സ്തോത്രം. സ്വർഗ്ഗത്തിലെ കർത്താവ് എന്ന് പകൽ നമ്മളെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? നമുക്ക് ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികൾക്കും ഇന്ന് പകൽ പ്രാപിക്കാൻ പറ്റും. ഈ വചനം കേൾക്കുന്ന കുടുംബത്തിലേക്കെല്ലാം ആഴമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ഏത് വിഷയത്തിനകത്തും ആര് മറുപടി തരും? കർത്താവായ യേശു വെച്ചാൽ നമുക്ക് മറുപടി തരും. സ്തോത്രം. നമുക്ക് മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. പതിനൊന്നാം അധ്യായത്തിന്റെ 14-ാം വാക്യം. മർക്കോസ് 11:14. മർക്കോസ് 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. ഒരു മിനിറ്റ്. കർത്താവ് ബെഥേനി വിട്ട് അമികാലി സ്തോത്രം യാത്ര പുറപ്പെടുമ്പോൾ കർത്താവിന് വിശന്നു. കർത്താവ് ദൂരെ നോക്കിയപ്പോൾ ഒരു അത്തിയെ കണ്ടു. കർത്താവ് അത്തിയോട് അടുത്തേക്ക് ചെന്നു. അത്തിയുടെ ഇല തളർത്തു നിൽക്കുവാണ്, പച്ചപ്പായി നിൽക്കുവാണ്. അത്തിയുടെ അടുത്ത് ചെന്നിട്ട് കർത്താവ് വിശന്ന് അതിനകത്ത് ഫലം കഴിക്കാമെന്നുള്ള ചിന്തയിലാണ് ആരടുത്ത് ചെന്നത്? അത്തിയുടെ അടുത്തേക്ക് ചെന്നത്. പക്ഷേ അതിനകത്ത് അത്തിപ്പഴം ഇല്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇനി നീ ഇനിമേൽ ഒരിക്കലും അത്തിപ്പഴം ഉണ്ടാവാതിരിക്കട്ടെ, ഒരു ഫലം നീ പുറപ്പെടുവിക്കാതിരിക്കട്ടെ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, അത് അത്തിയുടെ കാലമല്ലായിരുന്നു. അത്തിക്കൊരു കാലമുണ്ട്, ആ കാലത്തെ എന്ത് വരത്തുള്ളൂ? അത്തിയിൽ നിന്ന് ഫലം വരത്തുള്ളൂ. പക്ഷെ യേശു വന്നപ്പോൾ അത്തിയിൽ ഫലം കാണാത്തത് കൊണ്ട് യേശു പറഞ്ഞു, നീ എന്തുണ്ടാവണ്ട, നിന്നിൽ ഒരിക്കലും ഫലം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് പ്രിയ മക്കളെ, ഈ വചനം കേട്ടപ്പോൾ, ഈ വചനത്തെ ഇന്നലെ രാത്രി അമികാലി സ്വപ്നം ഞാൻ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വാക്യമാണ്. സ്തോത്രം. നമ്മൾ അടുത്തേക്കെല്ലാം കർത്താവ് ഇങ്ങനെ വരുന്നത് എന്തുവാ? കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരാണോ എന്ന് കർത്താവ് നോൽക്കണ്ടേന് കർത്താവ് നോക്കി നമ്മളിലേക്ക് വരും. പുറമെ നോക്കുമ്പോൾ നമ്മൾ എന്തുവാ? ഭയങ്കര ആത്മീയ ഭക്തരാ. കർത്താവ് ഓർക്കും, എന്റെ പ്രിയ പൈതൽ ഇതുകൊണ്ട് എനിക്ക് ഞാൻ വീണ്ടെടുത്ത അമികാലെ മകള് അല്ലെങ്കിൽ മകൻ ഇതുകൊണ്ട് എനിക്ക് വേണ്ടി മണവാട്ടിയായി ഒരുക്കി വെച്ചിരിക്കുന്നതാ, ഒരുക്കത്തോടിരിക്കുന്നു. നമ്മൾ അടുത്തോട്ട് കർത്താവ് നമ്മൾ അടുത്ത് വരുമ്പോൾ പലപ്പോഴും നമ്മളിൽ എന്തില്ല, പുറമെ എല്ലാം തളിർത്തല്ല നിൽക്കും. വേഷത്തിലും രൂപത്തിലെല്ലാം നമ്മൾ ഭയങ്കര തളിർത്തല്ല നിൽക്കും. പക്ഷെ അകത്ത് ആരുമായിട്ട് ബന്ധമില്ല, കർത്താവുമായിട്ട്. കർത്താവ് ശപിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് കർത്താവ് സ്നേഹിക്കുന്ന കർത്താവ്. ഇന്ന് കർത്താവ് നമ്മളെ കരുതുന്ന ദൈവമാണ്. ഇന്ന് കർത്താവ് നമ്മളെ അടിക്കാതെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ അടിക്കുന്നതും ശപിക്കുന്നതും വെറുക്കുന്നതും ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ അടുത്ത് കർത്താവ് വരുമ്പോൾ നമ്മൾ ഒരുക്കത്തോടല്ല എങ്കിൽ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? വെറുക്കും. ആ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സ്നേഹം വരത്തില്ല. ഇന്ന് സ്നേഹിക്കാനേ കർത്താവിനെ അറിയത്തുള്ളൂ. ഇന്ന് അനുഗ്രഹിക്കാനേ കർത്താവിനെ അറിയത്തുള്ളൂ. നിന്റെ കണ്ണുനീര് കണ്ടാൽ കൂടെ കരയുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീര് കണ്ട കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവം, നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം, ശക്തീകരിക്കുന്ന ഒരു ദൈവം. പക്ഷേ ഒരു സമയത്ത് കർത്താവിന്റെ വരവുണ്ട്. ആ വരവിനകത്ത് കണ്ണുനീര് തുടയ്ക്കാനോ ആശ്വസിപ്പിക്കാനോ നിൽക്കത്തില്ല. നീ ഒരുക്കമാണെങ്കിൽ നിന്നെ ചേർത്തുകൊള്ളും, അല്ല എങ്കിൽ നിന്നെ നീ തള്ളിക്കളയും. അപ്പൊ നമ്മൾ അടുത്തേക്ക് കർത്താവ് വരുമ്പോ എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. അത്തിയോട് പറയുന്നു, അത്തിയുടെ വചനം അത്തിയെ കുറിച്ച് പഠിക്കുമ്പോ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു, ഇത് അത്തിയുടെ കാലമല്ല. പക്ഷെ
യേശു വരുമ്പോൾ ഫലം കായ്ക്കണം. ഏതോ ഒരു വിശ്വാസി അങ്ങനല്ല, ദൈവസഭ അങ്ങനല്ല, ദൈവദാസന്മാർ അങ്ങനെയല്ല. കർത്താവ് വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരുക്കത്തോടിരിക്കണം. കർത്താവ് വേറൊരു ഉപമ പറയുന്നു, കള്ളനെ പോലെ ഞാൻ വരും എന്ന് പറഞ്ഞാൽ കള്ളൻ വരുമെന്ന് അറിയുന്നവൻ എന്ത് ചെയ്യും? ഉണർന്നിരിക്കും. കള്ളൻ എന്ത് ചെയ്യത്തില്ല? ഉണർന്നിരിക്കുന്നവന്റെ ഭവനത്തിലേക്കല്ല വരുന്നത്, ഉറങ്ങിക്കിടക്കുന്നവന്റെ ഭവനത്തിലേക്കാണ് വരുന്നത്. എങ്കിലേ അവന് മോഷ്ടിക്കുവാൻ കഴിയത്തുള്ളൂ. പക്ഷെ ദൈവം പറയുക, ഞാൻ കള്ളനെ പോലെ വരും, നിങ്ങൾ ഉണർന്നിരുന്നോ. അപ്പൊ എന്ത് ചെയ്യണം? കർത്താവ് എപ്പം വന്നാലും നമ്മളെ എന്ത് ചെയ്യണം? ഫലം കായ്ക്കുന്ന വ്യക്തിയായി തീരണം. അപ്പൊ ആരുമായിട്ട് ബന്ധം ഉണ്ടാവണം? കർത്താവുമായിട്ട്. സ്തോത്രം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സ്തോത്രം. ഇന്ന് സാക്ഷ്യം പറഞ്ഞപ്പോഴ് സ്തോത്രം 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 ഈ സാക്ഷ്യം പറഞ്ഞു, പ്രതികൂലം വന്നു. എന്തുകൊണ്ടെന്ന് അറിയാം, പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിക്കണ്ട. കാര്യം എന്തുവാ? പ്രതികൂലമെല്ലാം ദൈവം തന്നാലേ ആരെ വിളിക്കത്തുള്ളൂ? കർത്താവിനെ വിളിക്കത്തുള്ളൂ. അല്ല, എപ്പോഴും ആരോഗ്യം തന്നു കഴിഞ്ഞാൽ അഹങ്കരിക്കും. എപ്പോഴും ആരോഗ്യം തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അഹങ്കരിക്കും. എപ്പോഴും സമ്പത്ത് തന്നാൽ അഹങ്കരിക്കും. എപ്പോഴും നല്ല രീതിയിലുള്ള ആർഭാടം തന്നാൽ അഹങ്കരിക്കും. എപ്പോഴും നമ്മളെ സ്തോത്രം ഹല്ലേലൂയ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം നമുക്ക് മാന്യതയും ബഹുമാനവും കിട്ടിയാൽ അഹങ്കരിക്കും. അപ്പൊ ഇടയ്ക്കെല്ലാം ഇതെല്ലാം വേണം. ഇതെല്ലാം ഇടയ്ക്കെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ആരെ മനസ്സിലാക്കാൻ പറ്റുന്നത്? കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെല്ലാം തന്നില്ലെങ്കിൽ കർത്താവിനെ മനസ്സിലാക്കൂ. അത്തിയെ നോക്കി പുറത്തു നോക്കിയപ്പോ എന്തുവാ? പച്ച തളർത്ത് നിൽക്കുന്നു അത്തി. പക്ഷെ അത്തിയുടെ കാലമല്ല. ഈ പച്ചപ്പ് കണ്ടോണ്ട് ആര് വന്നത്? കർത്താവ് വന്നത്. യേശുവിന്റെ ഈ അത്തിയിലേക്ക് വന്നത് എങ്ങനെയാ? ഈ പച്ചപ്പ് കണ്ടുകൊണ്ടാണ് യേശുവിന്റെ സന്നിധിയിലേക്ക് ആര് വന്നത്? കർത്താവായ യേശുവപ്പൻ വന്നത്. അടുത്തു വന്നപ്പോൾ എന്തില്ല? പച്ചപ്പില്ല. അവൻ അടുത്തു വന്നപ്പോ പച്ചപ്പുണ്ട്. പക്ഷെ ആ പച്ചപ്പിനനുസരിച്ചുള്ള സാധനം എവിടെ ഇല്ല? അത്തിയിലില്ല. പച്ചപ്പിനനുസരിച്ചുള്ള സാധനം അത്തിയിലില്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ ദൈവം അടുത്തു വരുമ്പോൾ ഫലമില്ല എങ്കിൽ ആർക്ക് വേണ്ട? ഇന്ന് പുറമേ വിശ്വാസി എന്ന് പറയുന്ന ഒരുപാട് പേർ എവിടെ ഉണ്ട്? ദൈവസഭയ്ക്കകത്തുണ്ട്. ദൈവസഭകളുണ്ട്, ദൈവദാസന്മാരുണ്ട്. അങ്ങനെ പുറമേ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അകമേ ആരുമായിട്ട് ബന്ധമില്ല. കർത്താവുമായി ഒരു ബന്ധവുമില്ല. യേശുവുമായിട്ട് ഒരു ബന്ധവും ആർക്കില്ല? ദൈവജനത്തിനില്ല. അവരെ കർത്താവിന് വേണോ? പ്രതികൂലം വരും, പ്രയാസം വരും. ഇടയ്ക്കെല്ലാം ഈ ഉപവാസമെല്ലാം തട്ടി പൊടിയെല്ലാം ഏറ്റ് ഉപവാസം ഒരിക്കാൻ തോന്നിക്കും. ഉപവാസം ഒരിക്കേണ്ട വരും. എന്തുവാ? ഉപവാസത്താലേ ചില ജാതി മാറിപ്പോത്തുള്ളൂ. ചിലത് നേടാൻ പറ്റും. അപ്പോൾ ഉപവാസ പ്രാർത്ഥനകൾ വരും, ഉപവാസം ഇരിക്കാൻ വരും, നമ്മൾ കണ്ണുനീരൊഴിക്കേണ്ട വരും, നമ്മൾ വില കൊടുക്കേണ്ടത് വരും. എങ്കിലേ ദൈവം നമ്മളെ എത്തിയത്തുള്ളൂ, അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം. ശോധനകളും പ്രതികൂലവും അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരിയായി പോകുന്ന മക്കളെ, എനിക്ക് ഉറപ്പായുള്ള ഒരു കാര്യം, കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ വന്ന് പഠിച്ചതിൽ ഞാൻ അനുഭവിച്ചത് ഏറ്റവും കൂടുതലായിട്ട് ഒരു ഉറപ്പായ കാര്യമുണ്ട്. എല്ലാം സുഖമായി കഴിഞ്ഞാൽ അഹങ്കാരിയാവും. ചില ദിവസങ്ങൾ, ചില ശോധനകൾ, ചില പ്രയാസങ്ങൾ, ചില സങ്കടങ്ങളെല്ലാം ആര് തരണം? കർത്താവ് തരണം. എങ്കിലേ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്ങാനും അടക്കത്തുള്ളൂ, നമ്മൾ ആരെന്ന് മനസ്സിലാക്കത്തുള്ളൂ, നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? കരയത്തുള്ളൂ, നിലവിളിക്കത്തുള്ളൂ. എങ്കിലേ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ വർണ്ണിക്കത്തുള്ളൂ, സ്തുതിക്കത്തുള്ളൂ. അപ്പൊ പ്രതികൂലം വരും, പ്രയാസം വരും, സങ്കടങ്ങൾ വരും, കഷ്ടങ്ങൾ വരും. സ്തോത്രം. പഴയ പുസ്തകം പഠിച്ചു വരുമ്പോൾ പഴയ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ബാബേൽ എന്ന് പറയുന്ന ഒരു ഗോപുരം പണിതു. സ്തോത്രം. ഗോപുരം പണിതു. എങ്ങനാ? മനുഷ്യൻ അന്ന് ലോകത്തിൽ ഒരു ഭാഷയുള്ളൂ, ഒറ്റ ഭാഷയുള്ളൂ. ഇന്നത്തെ പോലെ പല ഭാഷകളില്ല, ഒറ്റ ഭാഷകൾ. ദൈവം മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചു, ഒറ്റ ഭാഷകളെ സൃഷ്ടിച്ചു. ഇവരെന്ത് ചെയ്തു? ഇവരിങ്ങനെ ഇരുന്നു. ഇവർക്ക് ഒരു ജോലികളൊന്നുമില്ല. ഇവരെല്ലാം സുഖമായിട്ട് ജീവിക്കുക. കർത്താവ് അവരെ അനുഗ്രഹിച്ചിരിക്കും. കർത്താവ് അവരെ അനുഗ്രഹിച്ചു നല്ല സുഖമായിട്ട്
അവരങ്ങോട്ട് സന്തോഷത്തിൽ അവർ ആർഭാടത്തോട് എല്ലാം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളത്തിനകത്തൊരു ചിന്ത വന്നു. എന്തു വന്നു? സ്വർഗത്തോളം ആകാശത്തോളം എത്തുന്ന രീതിയിൽ നമുക്കൊരു ഗോപുരം പണിയാം, ബാബേൽ ഗോപുരം പണിയാം തീരുമാനമായി. ഉടനെ അവര് സ്തോത്രം പണിയൊന്നുമില്ലല്ലോ, സുഖമായിട്ട് ജീവിക്കുമല്ലോ. അവരോടുള്ള ഇഷ്ടികൾ ഉണ്ടാക്കാൻ തുടങ്ങി, ഇഷ്ടിക ഉണ്ടാക്കാൻ തുടങ്ങി, പണി ആരംഭിക്കാൻ തുടങ്ങി. പണി ആരംഭിക്കാൻ അങ്ങോട്ട് തുടങ്ങി ആകാശത്തോളം എത്തുന്ന രീതിയിലേക്കുള്ള പണിയ ആരംഭിച്ചു വരാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനുഷ്യൻ എന്തായി ഭൂമി ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോ എന്തുവാ? ദൈവത്തിന്റെ പ്ലാനൊന്നും അല്ല. അവരുടെ പ്ലാനിൽ, അവർക്ക് കൊടുത്ത ബുദ്ധി, അവരുടെ പ്ലാനിൽ, അവരുടെ പദ്ധതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പണി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴ് അവരുടെ ചിന്ത എന്തുവാ? ദൈവത്തോടൊപ്പമാവാനുള്ള ചിന്തയാണ് അവരുടെ ഉള്ളിൽ വന്നത്. ദൈവം എന്ത് ചെയ്തു? ഭാഷകളെ കലക്കി കൊടുത്തു. അങ്ങനാണ് ഭാഷകൾ ഉണ്ടാവുന്നത്. മലയാളത്തിൽ കട്ടെടുക്കാൻ പറയുമ്പോൾ കന്നഡക്കാരൻ വേറെ കേൾക്കുന്നത്, അവനത് മനസ്സിലാകത്തില്ല. ലാസ്റ്റ് യുവമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി പല സ്ഥലത്തോട്ടാണ് തിരിയുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുണ്ടായി? ഭാഷകൾ ബൈബിളുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി 10:11 ആ വാക്യങ്ങൾ അങ്ങോട്ട് വായിച്ചു വരും. അതിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബാബിലോൺ ഗോപുരം അവിടെ വെച്ചിട്ടാണ് കാര്യം. ഇടുക എല്ലാ സുഖവും കൊടുത്തപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ദൈവത്തോടൊപ്പം ചിന്തിക്കാൻ തുടങ്ങി. ദൈവത്തിന് എപ്പോഴും ദൈവത്തിന് കീഴിലല്ല നമ്മൾ, ദൈവത്തിന് മേളിലല്ല. ദൈവത്തിന് മേളിലല്ല നമ്മൾ, ദൈവത്തിന് കീഴിലല്ല നമ്മൾ. നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ടതാ, അല്ല നമ്മളെ അല്ല ദൈവം ഭയപ്പെടേണ്ടത്. നമ്മൾ ആരെ ഭയപ്പെടാനുള്ളതാ? ദൈവത്തെ ഭയപ്പെടുവാനും ദൈവത്തെ ഏറ്റെടുക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനുള്ളവരാണ് നമ്മൾ. ഒരിക്കലും ദൈവത്തെ നമ്മൾ അങ്ങോട്ട് അനുസരണം പഠിപ്പിക്കരുത്. സ്തോത്രം. ഇന്ന് പല സഭകളിലും പല സഭകളിലെല്ലാം സ്വാതന്ത്ര്യം കൊടുത്തപ്പം ഇപ്പൊ ആരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക? ദൈവത്തെ പഠിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിന്റെ കട്ടളവെപ്പിന് എന്നെ വിളിച്ചു. സ്തോത്രം. അവിടുത്തെ സ്തോത്രം വലിയ സഭയിലെ മെമ്പർ, വലിയ വലിയ സഭയാണ്, വലിയ ടീമെല്ലാം ഉള്ള വലിയ ഗ്രൂപ്പുള്ള ഭയങ്കര സഭയാണ്. അവരാണ് സ്തോത്രം തൃക്കടമംഗലം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ജീവിക്കുന്ന സഭയാണ്. സ്തോത്രം. നിഗളിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ അച്ചായൻ സ്നേഹത്തിൽ എന്നെ വിളിച്ചു. അച്ചായൻ വെറും പാവുക, കുടുംബം വെറും പാവുക. അവരെന്നോടുള്ള സ്നേഹത്തിലാണ്. സ്തോത്രം. അവിടെ വേറെ ആരും വിളിക്കാത്തപ്പോൾ എന്നെ വിളിച്ചത്. പ്രൈസലോ. കല്ലിടാൻ പെട്ടെന്ന് വിളിച്ചു. ഇത് കട്ടള വെക്കാൻ നേരം എന്നെ വന്ന് വിളിച്ചു. ഞാനും സന്തോഷത്തോട് പോയി. പ്രൈസലോ. ഞാൻ ചെന്നു. കട്ടള വെക്കുന്ന സമയം ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ഒരു വീടിന് കല്ലിടുമ്പോഴും കട്ടള വെക്കുമ്പോഴും വാർക്കുമ്പോഴും എല്ലാം പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്, ആ കുടുംബത്തിന്റെ പണിക്ക്, ആ കുടുംബത്തിനൊരു ഭവനം ദൈവം കൊടുക്കുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ ആര് പണിയും? വെറുതെ എടുക്കും. അപ്പൊ ദൈവം പണിയത് ഭവനമാ. അപ്പൊ ദൈവം ഭവനം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടായിരിക്കണം എല്ലാവരും വന്ന് നിൽക്കേണ്ടത്. അവരോട് സ്നേഹമുള്ളവർ കാണും, സ്നേഹമില്ലാത്തവർ കാണും. പക്ഷെ ഇങ്ങനൊരു പ്രാർത്ഥനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ അവരെ അനുഗ്രഹിച്ചാണ് നിൽക്കേണ്ടത്, ഭയത്തോടാണ് നിൽക്കേണ്ടത്. ആരാ പണിയുന്നത്? കോൺട്രാക്ടർ ജോർജ് ആണ് പണിയുന്നത്? ചിലപ്പോ മേശരിയാണ് പണിയുന്നത്? ആരാ പണിയുന്നത്? ദൈവമാ പണിയുന്നത്. അപ്പൊ ആ ഭവനത്തിന്റെ പണിയുടെ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഭയത്തോടായിരിക്കണം നിൽക്കുന്നത്. അത് യുവദാസന് ചില്ലറ മേടിച്ചോണ്ട് വരെ അറിയാമോ? വലിയ സഭയാണ്, നല്ല ശമ്പളമുള്ള സഭയാണ്, നല്ല ഏറ്റ ശമ്പളമുള്ള മക്കളെല്ലാം കാനഡ വിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശമ്പളമുള്ള സഭയാണ്. ചില്ലറ മേടിക്കാനേ അറിയത്തുള്ളൂ. കാര്യം എന്തുവാ? ഞാനത് സമ്മതിക്കത്തില്ല. നമ്മളെ സഭയ്ക്കകത്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ചടങ്ങുകളോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നവരെല്ലാം കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ. അതിന് ജാതി ആവട്ടെ, അല്ലാത്തവരാവട്ടെ, അല്ലാത്തവർക്ക് മാറി നിൽക്കാം. ഇതിനോട് താല്പര്യമില്ലെങ്കിൽ മാറി നിൽക്കാം. ഇവിടെ നടക്കുന്നത് ആത്മീയ ശുശ്രൂഷയാണ്. സ്വന്തം ഞാൻ നോക്കിയപ്പോ ഈ ദേവാസൻ എന്തുക ഇവിടെ വലിയ ശുശ്രൂഷ നടക്കുക. അവിടെ അങ്ങ് സംസാരമാണ്. ഇവിടെ ഭയങ്കര പ്രാർത്ഥനയാണ്. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കഥകൾ ഉയർന്നിരിക്കട്ടെ നല്ല പറയുക. അവിടെ ഭയങ്കര സംസാരം. ഞാൻ ചായ പോലും കുടിക്കാൻ അപ്പോഴത്തെ സ്ഥലം.
അതിൽ ആദ്യം ഒരു പ്രാർത്ഥന റോൾ എനിക്കുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോഴേ ഇത് കണ്ടപ്പോഴേ എനിക്ക് മടുത്ത്. ആ പാസ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്തുവാ? ഇത് ഒരുക്കി വെച്ച് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാ പ്രാർത്ഥിക്കണ്ടേ. അല്ലാത്തവരോട് പറയണം മാറി നിൽക്കാൻ. താല്പര്യമില്ലെങ്കിൽ മാറി എന്ന് പറയും, ഇല്ലേ? ഇന്ന് പള്ളിയിലെ തിരുമേനിമാര് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ തിരുമേനിമാരെ. കല്യാണ ശുശ്രൂഷയ്ക്ക് കയറുന്ന മുമ്പേ അവർ പറയും, ഇപ്പൊ 10:30 11:30 വരെ ഈ കല്യാണ ശുശ്രൂഷ നടക്കും, ആരംഭിക്കാൻ പോവുക. 10:30 11:30 വരെ, 11:45 എല്ലാ പരിപാടിയും തീരും. താല്പര്യമില്ലാത്തവർക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവാം. മൊബൈല് ഉള്ളവർ സ്വിച്ച് ഓഫ് ചെയ്തോ, ഇല്ലെങ്കിൽ ഇറങ്ങി പോവാം. ഇടയ്ക്ക് ഇതിനകത്ത് ഇറങ്ങിപ്പാനും പറ്റത്തില്ല, കയറാനും പറ്റത്തില്ല. ഇത് പറഞ്ഞിട്ടാ തുടങ്ങുന്നേ. അച്ഛൻ അതേപോലെ ആ സമയത്ത് നിർത്തും. അവിടെ കിസിങ്ങത്തില്ല. ഒരു മുത്തുസൂലി വീണ കേക്കാം. ഇതെല്ലാം കല്യാണം എന്ന് പറയുന്നത് എന്ത് കുഞ്ഞുകളിയാണോ? കുഞ്ഞുകളിയാണോ? കുഞ്ഞു കളിക്കുന്നുണ്ടാ ഇന്ന് പലയിടത്തും നമ്മൾ ഞെട്ടിപ്പോകുന്നത്, പല സംഭവങ്ങളും കേട്ടോണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഭയപ്പെടേണ്ടത്. നമ്മളെ വീടിനകത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോലും, എന്റെ പോളിസി പറഞ്ഞ ഒരു പ്രാർത്ഥന വെച്ചാൽ പോലും ആ വീടിനെ അനുഗ്രഹിക്കാൻ നമ്മൾ പോകും. സഭയെ അനുഗ്രഹിക്കാൻ പോവാ, ദൈവമക്കളെ അനുഗ്രഹിക്കാൻ പോവാ. ആ അനുഗ്രഹത്തോടായിരിക്കണം നമ്മൾ അവിടെ പോകേണ്ടത്. അല്ലാതെ അവിടെ അനുഗ്രഹിക്കാൻ മനസ്സിലേക്ക് പോകല്ലേ. ഇതെല്ലാം ഭയപ്പെടേണ്ട കാര്യം ദൈവമക്കളെ. ഞാൻ ഓർക്കുക, ഒരേ ഭാഷ കൊടുത്ത് ഒരേ അനുഗ്രഹം കൊടുത്തപ്പോ അവരുടെ ഉള്ളിനകത്ത് ദൈവത്തിന്റെ അപ്പുറത്തെ ചിന്തകളും. ദൈവം ഉടനെ ഇറങ്ങി വന്ന് നോക്കുക, എന്റെ കുഞ്ഞുങ്ങൾ എന്തുവാ ചെയ്യുന്നത് എന്ന് നോക്കിയപ്പോ എന്തുവാ? ദൈവത്തിനെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളാ ഇനി ചെയ്യാൻ പോകുന്നത്. കർത്താവ് ഭാഷ കലക്കി. അവിടെ എന്ത് ചെയ്തു? ബാബേൽ ഗോപുരത്തിന്റെ പണി എന്ത് ചെയ്തു? സ്റ്റോപ്പായി. ഇതുവരെ പണിയാൻ പറ്റിയില്ല. പണിയാൻ പറ്റത്തില്ല. ഇന്നും ആകാശത്തിന് മേളിൽ ഒറ്റുന്ന രീതിയിൽ പല ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനും നടക്കാൻ നോക്കി. എല്ലാം ബുദ്ധി എന്ത് ചെയ്തുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും തകർക്കാൻ കഴിയത്തില്ല. ഏതെല്ലാം കാലാവസ്ഥ വന്നാലും, ഏതെല്ലാം പ്രതിസന്ധി വന്നാലും, ഏതെല്ലാം മഞ്ഞുകട്ട വന്നാലും ഏതിനെ ഞങ്ങൾ നേരിടും എന്ന് പറഞ്ഞുണ്ടാക്കിയതാ ടൈറ്റാനിക്. ടൈറ്റാനിക്കിന്റെ ഒരു പീസ് പോലും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്തു? തകർന്നു പോയി. മനുഷ്യന്റെ ബുദ്ധി ദൈവത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും? തകർക്കും. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളുടെ മേല് ഒരു വെല്ലുവിളിയുടെ രീതിയിലാണ് ഇന്നത് പലപ്പോഴും പല സഭകളും പോകുന്നത്. ഈ വെല്ലുവിളി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുപോകത്തില്ല, ദൈവത്തിന്റെ ദൂതിലേക്ക് കൊണ്ടുപോകത്തില്ല. അവരെന്നും എന്ത് ചെയ്യത്തുള്ളൂ? തകർന്നു പോകത്തേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, ചില സഭകളെ ദൈവം തകർക്കാത്തത്, ദൈവസഭകളെ തകർക്കാത്തത് അവിടുത്തെ പാസ്റ്ററെ കണ്ടോണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസിയെ കണ്ടോണ്ടല്ല. അതിനകത്ത് ചില ഭക്തന്മാർ ഇപ്പോഴും ഇരിപ്പുണ്ട്, കണ്ണുനീരൊടുക്കുന്നുണ്ട്. രാത്രിയാമങ്ങൾ അവർ ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സഭ പണിയത് എങ്ങനെയെന്ന് അവർക്കറിയാം. ആ കണ്ണുനീര് കൊണ്ട് ചില സഭയെ ദൈവത്തെ കുലുക്കാത്തത്. ചില കുലുക്കല കൊടുത്തിട്ട് ചിലർക്ക് അറിയത്തില്ല എന്തിനാ കുലുക്കുന്നതെന്ന് അറിയും. ഉടനെ പൈസ എടുത്ത് അടുത്തതെത്തി ഒരു കാര്യം ചെയ്തിട്ട് തകർന്നു പോയാൽ അത് എന്താ തകർന്നു പോയെന്നല്ല, ഉടനെ അടുത്തത് വാങ്ങും. പൈസ ഉണ്ട്. സ്തോത്രം. അന്ന് ഈ തകർച്ച എന്തുകൊണ്ട് സംഭവിച്ചു? ഏറ്റുപറച്ചിലോ പ്രാർത്ഥനയോ കണ്ണുനീരോ അല്ല. ഏറ്റുപറച്ചും കണ്ണുനീരും പ്രാർത്ഥനയും ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയാം, ചില ശോധനകൾ വരട്ടെ, ചില പ്രതികൂലങ്ങൾ വരട്ടെ, ചില പ്രതിസന്ധികൾ വരട്ടെ. ദൈവമേ, നിന്റെ സമയത്തിനെല്ലാം വിലയുണ്ട്. നിന്റെ സമയം ചുമ്മാ കളയാനുള്ളതല്ല. നീ വില കൊടുക്കുന്നവനാ. നിന്റെ സമയത്തിനെല്ലാം ആര് വില കൊടുക്കുന്നുണ്ട്? നീ എപ്പോഴെല്ലാം മുഴങ്കാലും അടക്കുന്നു, എപ്പോഴെല്ലാം കണ്ണുനീർ ഒഴുക്കുന്നു, എപ്പോഴെല്ലാം നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, എപ്പോഴെല്ലാം നീ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നു, ഇതെല്ലാം സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ച് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ ഓരോ പ്രവൃത്തിയെ സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. നീ ചെയ്യുന്ന നീ പലപ്പോഴും സ്വർഗത്തേക്ക് നോക്കുന്നില്ല, യേശുവിനെ നോക്കുന്നില്ലെങ്കിൽ സ്വർഗം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക, നിന്റെ ഓരോ പ്രവൃത്തിയെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നീ യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയ ഈ ഭൂമിയിൽ നീ ചെയ്യുന്നെങ്കിൽ നിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന നിന്നെ കെട്ടപ്പെടുന്ന ചില അവസ്ഥകളെ സ്വർഗം അഴിച്ചു തരൂ. ആ അഴിച്ചു തരുമ്പോൾ നീ നിന്റെ കുടുംബം അനുഗ്രഹത്തിലേക്ക് കടന്നു വരൂ. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും നിനക്ക് നിന്റെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കുവാൻ കഴിയും. അപ്പോഴായിരിക്കും നിന്റെ പ്രാർത്ഥനയുടെ വില നീ തിരിച്ചറിയുന്നത്. പ്രിയ ദൈവമേ, നിന്റെ ഓരോ പ്രാർത്ഥനയും സ്വർഗത്തിൽ വിലപ്പെടുന്നതാണ്. അല്ലാതെ നീ കരയുമ്പോൾ നീ ഓർക്കത്തില്ലയോ, അയ്യോ എന്റെ കണ്ണുനീര് കാണുന്നില്ലയോ എന്ന്. എങ്കിൽ യേശു വിളിച്ചു പറയുക,
അല്ലാതെ നീ കരയുമ്പോൾ മാറി നിന്നെ പരിഹസിക്കുന്നവരെ അല്ല, നിന്നെ അപമാനിക്കുന്ന അല്ല, നിന്റെ ബന്ധുമിത്രാദികൾ ചുറ്റുവട്ടമുള്ളവര് പരിഹസിക്കുന്നവരെ അപമാനിക്കുന്നവര് കൈവിടുന്ന ഒരു ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്, നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത ആ ദൈവത്തെ ആരാധിക്കുന്നത്. മൂന്നാം നാൾ റോമ പൗരത്വത്തിന്റെ സകല സീലിനെ അവനെ പൊട്ടിച്ചു മാറ്റി, കല്ലറയുടെ മുദ്രകളെ പൊട്ടിച്ചു മാറ്റി ആ പിതാവ് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് ഇന്ന് നിനക്ക് വേണ്ടി പച്ചവാദം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന, സ്വർഗത്തിൽ വസ്ത്രവസനം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. അതിനുവേണ്ടി ദൈവം കഷ്ടപ്പെട്ട് സ്വന്തം ശരീരം ഈ ഭൂമി തകർത്ത് അവസാന രക്തം വരെ ഒഴുക്കിയ ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ആ ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ, ആ ദൈവത്തോട് നീ നിന്റെ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നതെന്ന് പകൽ തിരിച്ചറിയേ. നിന്നെ ഒരിക്കലും കൈവിടാത്ത നാസറനായ യേശുവിനെ ആരാധിക്കുന്നത്. എങ്കിൽ നീ നിന്റെ കുടുംബം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നിന്ദിക്കപ്പെടുന്ന വിഷയത്തിനകത്ത്, പരിഹസിക്കപ്പെടുന്ന വിഷയത്തിനകത്ത്, അപമാനപ്പെടുന്ന വിഷയത്തിനകത്ത് സ്വർഗം ഇന്ന് പകൽ വഴി തുറക്കുവാണെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. അത് ഏറ്റെടുക്കുന്നവന് ആ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കാൻ കഴിയും. കൊണ്ട് വെളിപ്പെടാത്ത ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കൊണ്ട് വെളിപ്പെടാത്ത ഓരോ കുടുംബം യേശുവിനെ രുചിച്ചറിയട്ടെ. നിന്റെ പ്രാർത്ഥന വെറുതെ അല്ല, നീ ഒഴുക്കുന്ന പ്രാർത്ഥനകൾ വെറുതെയല്ല. ഓരോ ദിവസവും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സമയമൊന്നും വെറുതെ പോകത്തില്ല, വെറുതെ പോകത്തില്ല, വെറുതെ പോകത്തില്ല, വെറുതെ പോകത്തില്ല. ആ ദൈവത്തിന്റെ ആലോചന അവിടെ വെളിപ്പെടും, ദൈവത്തിന്റെ ദൂത് അവിടെ വെളിപ്പെടും, ദൈവത്തിന്റെ അത്ഭുതം അവിടെ വെളിപ്പെടും. യേശുവിന്റെ അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കളെ, എന്നെ ഒരു കല്യാണത്തിന് വിളിച്ചാലും ഒരു പാലുകാച്ചിന് വിളിച്ചാലും സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഹല്ലേലൂയ, സ്തോത്രം, എന്ത് വിഷയത്തിന് വിളിച്ചാലും ഒരു മരണത്തിന് പോലും ഞാൻ ഇറങ്ങിയിട്ടെന്ന ഞാൻ അവിടെ നിന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാതെ ഇറങ്ങി പോകത്തില്ല. സ്തോത്രം, എന്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. സ്തോത്രം, കാര്യം എന്തുവാ? മരണ വീട്ടിനകത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ ആശ്വസിപ്പിക്കട്ടെ, അവരെ ബലപ്പെടുത്തട്ടെ, അവരെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അതിന്റെ ശത്രുവോ മിത്രമോ ഒന്നും അല്ല, എന്റെ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാ. അത് ആത്മാർത്ഥയോട് ചെയ്യുവാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആത്മാർത്ഥതയോട് ചെയ്യുവാനാ ആര് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇതെല്ലാം വിലയുള്ളതാ. ചുമ്മാതെ വിളിച്ചുകൂട്ടുവല്ല, ആൾക്കാരെ വിളിച്ചുകൂട്ടുവല്ല, സ്നേഹങ്ങളെ പുതുക്കാനല്ല വിളിക്കുന്നത്, ബന്ധങ്ങളെ പുതുക്കാനല്ല വിളിക്കുന്നത്. ഇതിനകത്തെല്ലാം ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. എന്തുവാ? ഒന്നോ രണ്ടോ പേർ എവിടെ കൂടുന്നു അവരുടെ മധ്യയിൽ ഇറങ്ങി വരുന്നവനാണ് യേശു. അപ്പോഴൊരു ദൈവസഭ മുഴുവനും കൂടുമ്പോൾ അവിടെ ദൈവത്തിന് ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ, ദൈവത്തിനെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് പറയാം. പച്ചപ്പ് കണ്ട അത്തിയുടെ അടുത്തേക്ക് വന്നതുപോലെ ഇന്ന് പല സഭയുടെ പുറമെ കണ്ടാൽ ഭയങ്കര ആത്മീയ കാഴ്ചപ്പാടാ. അവരുടെ ഭിത്തിയിൽ കണ്ടിരിക്കുന്ന വാക്യങ്ങളാ, അവരുടെ സഭയുടെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന വലിയ വാക്യങ്ങളാ. പക്ഷെ അതൊന്നും അകത്തില്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ, അകത്തില്ലാത്തവൻ ഇനിയെങ്കിലും മാറിയില്ല എങ്കിൽ അവൻ ന്യായവിധിയുടെ ഒരു ദിവസത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുക. ഇന്ന് നിന്നെ ദൈവം തൊടത്തില്ല, ഇന്ന് ദൈവം നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കാര്യം ഇത് കൃപായുഗമാ. നിന്റെ ജീവിതത്തിനകത്ത് തെറ്റുണ്ടെങ്കിലും കുറ്റമുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും എല്ലാം ദൈവം ക്ഷമിക്കും. കാര്യം നീ ദൈവത്തെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച നാൾ മുതൽ ദൈവത്തിന് നീ പ്രാധാന്യപ്പെട്ടവരാ. പക്ഷേ ഇത് ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്, അത് അടുത്തുകൊണ്ടിരിക്കുക. ആ ന്യായവിധിയുടെ ദിവസത്തിനകത്ത് നീ പറയുക, ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചല്ലോ, ഞാൻ ഇത്രയും നാളും ജീവിച്ചല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നീ ജീവിച്ചത് വട്ട പൂജ്യത്തില. കാര്യം എന്തുവാ? പുറമേ കണ്ട തണുപ്പുണ്ട്, പക്ഷെ നിന്റെ കയ്യിൽ കായ് ഫലമില്ല. ഇന്ന് കായ് ഫലമില്ലാത്തതിനെ എല്ലാം കർത്താവ് പറയുന്നത് എന്തുവാ? നീ വേരോട് നശിച്ചു പോകാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് എന്ത് ചെയ്യണം? കായ്ഫലമുള്ളവരായി തീരണം. കായ്ഫലം ഉള്ളവരായി തീരണം. അതിന്റെ അടുത്ത വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സ്തോത്രം. കണ്ടോ? കർത്താവ് ആദ്യം ഈ അത്തിയെ തുടങ്ങിയ ദേഷ്യം. സ്തോത്രം. യേശുവിന് അത്തിക്കകത്ത് തുടങ്ങിയ ദേഷ്യം. ഈ പച്ചപ്പ് കണ്ടില്ലായിരുന്നു കർത്താവ് വരത്തില്ല, ഈ തളിർപ്പൊന്നും കണ്ടില്ലായിരുന്നു കർത്താവ് വരത്തില്ല. തളിർപ്പ് കണ്ടപ്പോ കർത്താവിന് ഉറപ്പുണ്ടായിരുന്നു എന്തുണ്ടാവുന്നു.
കായ്ഫലം ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കായ്ഫലം ഉണ്ടാവുമെന്ന് ആർക്ക് ഉറപ്പുണ്ടായിരുന്നു? കർത്താവിന് ഉറപ്പുണ്ടായിരുന്നു. കായ്ഫലം ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പില്ല ആര് വന്നത്? യേശുവിനെ വന്നത്. ആ ഉറപ്പ് അവിടെ ലഭിച്ചോ? ഇന്ന് കർത്താവ് ചില ഉറപ്പില് നമ്മളടുത്ത് വരും. ഉറപ്പില് നമ്മളടുത്ത് വരും. പക്ഷേ ആ കായ്ഫലം നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ല എങ്കിൽ കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഓർത്തോണം, കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ കായ്ഫലമുള്ളവനായിത്തീരണം. പുറത്തൊന്നുമല്ല, അകത്ത് കായ്ഫലമുള്ളവനായിത്തീരണം. സ്തോത്രം. കർത്താവ് ഇങ്ങോട്ട് അടുത്തങ്ങോട്ട് വരുമ്പോ ദേവാലയത്തിലോട്ട് വയ്ക്കുമ്പോൾ എന്തുവാ? ദേവാലയത്തിന് വേണ്ടി കച്ചവടം. അത്യാവശ്യം ദേവാലയത്തിന്റെ ആവശ്യത്തിനുള്ള കച്ചവടമല്ല നടക്കുന്നത്. പക്ഷെ യേശുവിനെ എന്ത് ചെയ്തില്ല? ഇഷ്ടപ്പെട്ടില്ല. യേശുവിനെ എന്ത് ചെയ്തു? വായിക്കും. ഒരു ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ആലയമാണ്. ആലയത്തിന് അതിന്റെ വില കൊടുക്കുക. ആലയത്തിനകത്തല്ല നിന്റെ കച്ചവടം, ആലയത്തിനകത്തല്ല നിന്റെ വ്യാപാരങ്ങൾ നടക്കേണ്ടത്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നേരി നടക്കാനുള്ളതല്ല ആരാധന ആലയം എന്തുവോ ഭയപ്പെടാനുള്ളതാ. കാര്യം ദൈവമക്കൾ ഒന്നിച്ചിരിക്കുന്നിടത്തേക്ക് യേശു ഇറങ്ങി വരുന്നതാ. അവിടെ ആലയത്തിനകത്ത് അശുദ്ധിയാക്കുവാൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവ് സമ്മതിക്കത്തില്ല. പ്രാവ് ആവശ്യമാണ്, മറ്റു കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. ആലയത്തിന് പുറത്ത്, ആലയത്തിനകത്ത് എന്തില്ല? ഇത് പാടില്ല. ആലയം ദൈവത്തെ ഭയപ്പെടുവാനുള്ളത്. ആലയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയത്തോടും വിറയലോടും ഇരുന്നു. ആലയത്തിനകത്ത് ദൈവത്തിന്റെ വ്യാപാരം നടക്കുക, ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ശക്തിയുടെ ഫ്രണ്ടിൽ നീ ആ ശക്തിക്ക് വില കൊടുക്കാത്ത ജീവിത രീതിയൊന്നും ആർക്കും ഇഷ്ടമല്ല. സ്തോത്രം. ആഴ്ച ഒരു ദിവസം ആരാധിക്കാൻ കിട്ടുന്നു. അപ്പോഴും സൺഡേ സ്കൂളിന്റെ സ്തോത്രം, അയ്യോ ഇത് ദൈവവചനം പഠിച്ച കുഞ്ഞുങ്ങളുടെ ഫംഗ്ഷൻ നടത്തുന്ന ദിവസമാക്കല്ലേ. ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. സൺഡേ സ്കൂളിൽ വേറെ ദിവസങ്ങൾ ഒരുപാടുണ്ട്, വാർഷികം നടത്താൻ വേറെ ദിവസങ്ങൾ ഒരുപാടുണ്ട്. അത് ദൈവവചനം തന്നെ, പക്ഷെ അതിന് വാർഷികമാണ്. അത് നടത്താൻ, ആ സന്തോഷം നടത്താൻ വേറെ ദിവസങ്ങളുണ്ട്. സൺഡേ അതിനു വേണ്ടി കൊടുക്കാനുള്ളതല്ല. സൺഡേ ദൈവത്തെ ഭയപ്പെട്ട് ആ ഒരാഴ്ച വട്ടകാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ച ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവസന്നിധി നമ്മളെ പാപത്തെ ഏറ്റുപറഞ്ഞു, നമ്മളെ ശുദ്ധി പ്രാപിച്ചു. വീണ്ടും വീണ്ടും ദൈവത്തിന് എത്രയെല്ലാം പ്രാപിക്കാൻ പറ്റും അത്രയോളം ദൈവത്തോട് അടുക്കുന്ന ദിവസമാണ് സൺഡേ സർവീസ്. 6 ദിവസം പരിപാലിച്ച് 7-ാം ദിവസം കൊണ്ടുവന്നു. ഒരു ദിവസം 1 മണിക്കൂർ 1 മിനിറ്റ് നമ്മുടെ ബുദ്ധി പോകാൻ പറ്റത്തില്ല. പോകാൻ പറ്റുമോ? ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഓരോ മിനിറ്റ് 1 സെക്കൻഡ് കടന്നു പോകുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ 6 ദിവസം പരിപാലിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ളതാ 7-ാം ദിവസം. ആ 7-ാം ദിവസം വന്നിരുന്നിട്ട് ദൈവത്തിന്റെ സന്നിധി വന്നിരുന്നിട്ട് ഭയവും വിറയലും ഇല്ലാതെ തോന്നുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പോകാനല്ല ദൈവം സൺഡേ സഭയ്ക്കകത്ത് കൊണ്ട് വന്നിരിക്കുന്നത്. സഭയെ ഭയപ്പെടുവാനുള്ളതാ. സ്തോത്രം. അല്ലാത്തതിനെ എല്ലാം എന്ത് ചെയ്യണം? അടിച്ചു വാരി പുറത്ത് കളഞ്ഞേക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. അല്ലാത്തതിനെ എല്ലാം ദൈവം ചെയ്ത പറഞ്ഞേക്കുന്നത് അടിച്ചു വാരി പുറത്ത് കളഞ്ഞേക്കണം. ചേർത്ത് പിടിക്കല്ലേ. സ്തോത്രം. ചേർത്ത് പിടിക്കല്ലേ, പുറത്ത് കളഞ്ഞേക്കണം. കർത്താവ് പറയുക, പ്രാവശ്യം വഴിപാട് കഴിക്കാനുള്ളതാ. ദൈവത്തിന്റെ വചനപ്രകാരമുള്ള വഴിപാട് കഴിക്കാനുള്ള സാധനമാണ്. ഓരോ സാധനങ്ങളും പ്രാധാന്യമുള്ളതാ. അടുത്തത് കണ്ടോ? സകല ജാതികളും ഇതിനെ നോക്കി പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന രീതിയിലാണ് ദൈവസഭയെ പണിതിരിക്കുന്നത്. ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി വെച്ചിരിക്കുക. നിങ്ങൾ പുറമെ ഭയങ്കര ആത്മീയ കാര്യത്താണ്, പക്ഷെ അകത്ത് ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. ദൈവമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് നിനക്ക് ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ നിനക്ക് എന്തില്ലാത്ത ഭയമില്ലാത്തത്.
ദൈവമായിട്ട് ബന്ധമുള്ളവൻ ദൈവസഭയ്ക്കകത്ത് വരുമെങ്കിൽ വിറച്ചോണ്ടേ കയറത്തുള്ളൂ. കാര്യം ഇടുക. സ്തോത്രം. രണ്ടുപേര് പ്രാർത്ഥിക്കാനിരുന്നു. ഒരുത്തൻ പറഞ്ഞു, ഭാവിയായാലും പറഞ്ഞു, കർത്താവെ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പോലും യോഗ്യതയില്ല, അവനല്ലേ വിളിക്കപ്പെട്ടെ. മറ്റോ പറഞ്ഞു, ഞാൻ ഉപവാസം ഇരിക്കും, ഇവരെ പോലൊന്നും അല്ല, ഞാൻ ഉപവാസം ഇരിക്കും, ദശാംശം കൊടുക്കും, സഭയുടെ എല്ലാ കാര്യത്തിനും വന്നുണ്ട്. നീതീകരിക്കപ്പെട്ടത് ആരാ? ഭാവി എന്ന് പറഞ്ഞവനാ നീതീകരിക്കപ്പെട്ടത്. ആണോ? കാര്യം എന്തുവാ? ദൈവസഭയാ. ഇവിടെ കുഞ്ഞു കളിക്കാനുള്ളതല്ല, ഇവിടെ നിന്റെ വലിപ്പം കാണിക്കാനുള്ളതല്ല. നീ എത്ര വലിയവനായാലും താന്ന് മുഴങ്കാലം അടക്കിയിരുന്ന് ദൈവത്തെ ഭയപ്പെടേണ്ടതാ. ദൈവസഭ ഭയത്തോടിരിക്കേണ്ടതാ. അല്ലാതെ നിനക്ക് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളതല്ല, ഭയപ്പെടട്ടെ. ഞാൻ ഓർക്കും, നമ്മളെ മരിച്ചുപോയ നേരത്തെ കാലത്ത് കഴിഞ്ഞ കാലത്ത് മരിച്ചുപോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളി പള്ളി പോയിരിക്കുന്നത് വരാന്തയിലാണ് പോയിരിക്കുന്നത്. പുള്ളി വരുമ്പോഴേ പള്ളി ഫുള്ളാവും. പുള്ളി ഉടനെ ആ വരാന്തയില് അസ്തോത്രം വരാന്തയുണ്ട്, ഈ പള്ളിക്ക് ചുറ്റും വരാന്തയുണ്ട്, ആ വരാന്തയ്ക്കകത്ത പുള്ളി പോയിരിക്കുന്നത്. ആരാ ഇരിക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. കസാര വേണോ? സ്തോത്രം. അവിടെ നിന്നോട്ട് ചുമ്മാ നോക്കിയാൽ മതി, തിരുമേനി മുതൽ എഴുന്നേറ്റ് വരും, കസാര കൊണ്ട് കൊടുക്കും. പക്ഷെ അവിടെ പുള്ളിക്ക് വലിപ്പം ചെറുപ്പവും ഇല്ല. അതുകൊണ്ടാ പുള്ളിക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നത്. എന്തുവാ? പുള്ളി സിമ്പിൾ ആയിട്ടാ വന്നിരിക്കുന്നത്. എവിടെ വരാന്ത കാര്യമൊന്നും പുള്ളിക്കറിയാം. ഇതാ സ്തോത്രം. സെക്രട്ടേറിയറ്റ് കാണിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. ഇത് വേറെ വലിയ സെക്രട്ടേറിയറ്റാ. സ്തോത്രം. ഇവിടെ അവിടെ കാണിക്കുന്ന പരിപാടി കാണിക്കാൻ പറ്റത്തില്ല. ഇത് ദൈവസഭയാ, പള്ളിയാ. ഇവിടെ വിശുദ്ധന്മാര് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുവോ? അവിടെ നീളണോ? ഭയത്തോട് വന്നിരിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ല ആ മരിച്ച സമയത്തുള്ള വാർത്തകളില്ലായിരുന്നു? പള്ളി ചെല്ലുമ്പോഴേ പള്ളിയുള്ള ആൾക്കാർ പറയത്തില്ല, പള്ളിയിലെ ആൾക്കാർ എഴുന്നേക്കാൻ തയ്യാറാ, പക്ഷെ പുള്ളി അവിടെ പോകത്തില്ല, പുള്ളി തറയിലേ ഇരിക്കുന്നത്. അവിടെ തറയിരിക്കും. നമ്മളോല്ലോ ആ സ്ഥാനത്ത് ഇറങ്ങിയപ്പോഴേ തറ കാണത്തു പോലില്ല. തറ പോലെ നമ്മൾ വേണമെങ്കിൽ ഗ്രാനൈറ്റ് ഇട്ടാണ്. പ്രൈസുള്ള മിറ്റം വരെ ഗ്രാനൈറ്റ് ഇട്ടത്. ഞാൻ ചവിട്ടുന്നത് ഗ്രാനൈറ്റ് കല്ലുമായിട്ട് നടക്കാൻ പറഞ്ഞ ഒരുത്തൻ്റെ അടുത്ത്. പ്രൈസുള്ള ചവിട്ടി ചവിട്ടി പോയാൽ അഹങ്കരിച്ച് അതിന്റെ മേളിൽ പോയാൽ ഇല്ലയോ? സ്തോത്രം. ഓരോ മനുഷ്യന്റെ ഉള്ളിനകത്ത് സ്തോത്രം ഇത്രയും മനസ്സിൽ കൊണ്ട മനുഷ്യനില്ല. ഉണ്ടോ? സ്തോത്രം. ഞാൻ രാഷ്ട്രീയം പറയുമല്ല, എനിക്ക് രാഷ്ട്രീയമില്ല, എങ്കിലും ഞാൻ പറയാം, കേരളത്തിനകത്ത് മനസ്സിൽ കൊണ്ട ഒരു നേതാവ് ആരാ? പാർട്ടി വ്യത്യാസമില്ലാതെ മനസ്സിൽ കൊണ്ട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. അത്രയ്ക്ക് ജനമിളകി. ഇനി ഒരാൾ മരിക്കുമ്പോഴും ജനമിളകും, VS മരിക്കുമ്പോഴും ജനമിളകും. അദ്ദേഹത്തെ ജനം ഉൾക്കൊണ്ടതാണ്. ബാക്കിയുള്ളതെല്ലാം മരിച്ച അപ്പുറത്ത് മാറി പടക്കം പൊട്ടിക്കത്തേ ഉള്ളൂ. ഒരു പ്രയോജനമില്ല. അപ്പോൾ യേശു ദേവാലയത്തിന് അത്രയ്ക്കൊരു ഭയം കൊടുത്തിട്ടുണ്ട്. ഞാൻ അവർക്ക് ഉമ്മൻചാണ്ടി അങ്ങനെ കൊടുക്കുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കും വളർത്തി. ഉമ്മൻചാണ്ടിയുടെ കഴിവ് മാതാപിതാക്കൾ പള്ളിയെ കുറിച്ച് അങ്ങനെ ആയിരിക്കും ഭയപ്പെടുത്തിയത്. ദൈവസഭയെ കുറിച്ച് ഭയമൊന്നുമില്ല. പാപം ചെയ്ത് കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് കയറി വന്ന് ആള് കാണിപ്പ, മൈക്ക് പിടുത്തമാണ്. ഇന്ന് അവരെ ഒന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. പുറമേയുള്ള തളിർപ്പേ ഉള്ളൂ, അകമേ ഒന്നുമില്ല. ഫലം കായ്ക്കാത്തവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. അടുത്തത് പറയുന്നുണ്ട്, ഫലം കായ്ക്കാത്ത അത്തിയെ നോക്കി കർത്താവ് പറഞ്ഞ നീ നിന്റെ മേൽ ഫലം കായ്ക്കാതിരിക്കട്ടെ. ഇങ്ങനെ ചില കുടുംബത്തെ, ചില വ്യക്തിയെ കുറിച്ച് യേശു ക്രിസ്തു ഉപ്പിടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എത്രയെല്ലാം കാണിച്ചാലും ഉമാര് ഫലം കായ്ക്കാൻ പോകുന്നില്ല. കാര്യം എന്തുവാ? ശപിക്കപ്പെട്ട രീതിയിലുള്ള ശാപം അവന്റെ മേൽ ആര് കൊടുത്തു? കർത്താവ് കൊടുത്തു. അവനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇനി പുറത്തു വരാൻ പറ്റത്തില്ല. അങ്ങനെ കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേകരുണ്ട്. ഒരുപാട് അവസരം ദൈവം കൊടുക്കും. അവസരത്തിനനുസരിച്ച് നീ മാറിയില്ല എങ്കിൽ, ദൈവത്തെ ഭയപ്പെട്ടില്ല എങ്കിൽ, ദൈവസ്ഥലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട. സ്തോത്രം. ദൈവത്തിന് വേണ്ട. അടുത്തത് വായിക്കാം. തിരിച്ചു വരുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാര് കാണുക, യേശുവിനെ തൊട്ടിട്ട് പറയാ, യേശു വെച്ച അങ്ങ് പറഞ്ഞ അത്തിമരം വേരോടെ ഉണങ്ങിപ്പോയി.
ഇന്ന് പ്രിയ ദൈവമക്കളെ, ഞാൻ പകലൊരു ദൈവത്തിന്റെ ദൂത് പറയട്ടെ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും, ഇന്ന് നിങ്ങൾക്കെതിരെ ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ നിങ്ങളെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും അപമാനിക്കുന്നവരും, നിനക്കെതിരെ ദൈവവുമായിട്ട് ആഴമായി അടുക്കുവാൻ കഴിയാതെ നിനക്ക് കണ്ണുനീര് കൊണ്ടുവന്ന്, സങ്കടങ്ങൾ കൊണ്ടുവന്ന്, പ്രതികൂലങ്ങൾ കൊണ്ടുവന്ന് നിന്നെ വെല്ലുവിളിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. ഈ അത്തി ഉണങ്ങിപ്പോയതുപോലെ ഈ ദിവസങ്ങളിൽ നിനക്കത് കാണുവാൻ കഴിയും. നിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ, ഇന്ന് നിന്റെ ഫ്രണ്ടിൽ പലപ്പോഴും ജയിച്ചവരാവര്, പലപ്പോഴും നിന്നെ പരിഹസിച്ചവരാവര്, പലപ്പോഴും നിന്നെ അഹങ്കരിച്ചവരാവര്, നിന്റെ ചില വീക്ഷണത്തിന് തടഞ്ഞു വെച്ചവരാവര്, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. അവരെ ഞെട്ടിക്കുന്ന രീതിയിൽ, നീ ഞെട്ടിപ്പോകുന്ന രീതിയിൽ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുന്ന കൂട്ടമാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന് ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി അപമാനമേറ്റിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി അപമാനമേറ്റ് നീ പുറത്തു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുക. അത്തി ഉണങ്ങിയതുപോലെ നിന്റെ പ്രതികൂലങ്ങളെ നീ ഉണക്കി കളയാൻ പോവുക. നിന്റെ പ്രതികൂലങ്ങളെ ഉണക്കി കളയാൻ പോവുക. നിന്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നിനക്ക് ഒരിക്കലും ജയിക്കുവാൻ കഴിയാതെ നിന്നെ ബന്ധിക്കുന്ന ചില പ്രതിസന്ധികളുണ്ടല്ലോ, ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. അത്തി ഉണങ്ങിയതുപോലെ ആ പ്രതിസന്ധികളെ ഞാൻ ഉണക്കി കളയാൻ പോവുക. അത്തി എങ്ങനെ ഉണങ്ങിയത്? വേരോടെ. എങ്കിൽ എന്റെ പ്രതിസന്ധികൾ മാറാൻ പോവുക. ഇസ്രായേൽ ജനം ഫറവോന്റെ അടുത്തുനിന്ന് ദൈവം കൊണ്ടുവന്നപ്പോൾ, അമികാല ചെങ്കടലിന് പിന്നിലായപ്പോൾ, ഫറവോൻ പിന്നിലേക്ക് ഇസ്രായേൽ ജനത്തെ ഉപദ്രവിക്കാൻ കടന്നു വന്നപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഇന്ന് കണ്ട ഫറവോനെ ഇനി ഒരു നാളും കാണത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുക. ഈ നിമിഷം വരെ നീ അനുഭവിച്ച വേദനകൾ, ഈ നിമിഷം വരെ അനുഭവിച്ച രോഗങ്ങൾ, ഈ നിമിഷം വരെ നിന്റെ കുടുംബത്തെ വേട്ടയാടുന്ന ചില വീക്ഷണങ്ങൾ ഇന്ന് വേരോട് ഉണക്കിക്കളയുന്ന യേശു നമ്മളെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ യേശുവിന്റെ ശക്തി ഇന്ന് പകല് പ്രാപിച്ചു. ആ യേശുവിന്റെ അനുഗ്രഹം ഇന്ന് പകൽ നീ പ്രാപിച്ചു. ഇന്ന് നീ ഒരു കവിഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോകുന്നൊരു ദൈവം, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവം, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം, നിന്റെ മേൽ മുൻവിധിച്ച മുൻവിധികൾ എടുത്തു കളയുന്ന ഒരു ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ യേശു നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. സ്തോത്രം. കേട്ടേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു ഇനി ഫലം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. അവര് കേട്ടേ ഉള്ളൂ. തിരിച്ചു വരുമ്പോഴേ കാണുക എന്തുവാ? ഉണങ്ങിപ്പോയി നേരോടെ. ഇത്രയേ ഉള്ളു ദൈവമക്കളെ നമ്മുടെ വിഷയങ്ങളല്ല. ഇതാ നമ്മൾ വിശ്വസിക്കാത്ത, ഇതാ നമ്മൾ ഏറ്റെടുക്കാത്ത, ഇതാ നമ്മൾ അനുഭവിക്കാത്ത. ഇത്രയേ ഉള്ളു നമ്മളെ രോഗം, ഇത്രയേ ഉള്ളു നമ്മളെ സാമ്പത്തിക വിഷയം, ഇത്രയേ ഉള്ളു നമ്മളെ അമികാല നിന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളു നമുക്ക് ദൈവം തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ. ഇതെല്ലാം ദൈവത്തിന് ഇത്രയേ ഉള്ളൂ. ഒറ്റ സെക്കൻഡ് അവര് തിരിച്ചു വന്നപ്പോ പത്രോസ് വലിയ കാര്യമായിട്ട് യേശുവിനെ വിളിച്ച് പറയുക. യേശു പറഞ്ഞ വാക്ക് വിട്ടു, അവിടെ സാധിച്ചു കഴിഞ്ഞു. ഇന്ന് ദൈവം ഇതേപോലെ ദൂത് നമ്മളോട് പറഞ്ഞേക്കുന്നേ. ദൈവം ദൂത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിശ്ചയമായ ദൂത് നമ്മൾ ദൈവത്തിനകത്ത് ലഭിക്കും. പക്ഷെ നമുക്ക് വരാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ്. വിശ്വാസക്കുറവ് കൊണ്ടാണ്. എന്റെ യേശു അത് ചെയ്യുമെന്നുള്ള വിശ്വാസം ഇതുവരെ ഉള്ളത്തിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടിട്ടില്ല. ഉള്ളി കെട്ടി കിടക്കുക. ചെയ്യുമായിരിക്കും, ചെയ്യുമായിരിക്കും, ചെയ്യുമായിരിക്കും എന്നല്ല, ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്റെ യേശു. യേശുവിന് ദൂത് കേൾക്കുമ്പോൾ ദൈവമേ, നീ ചെയ്യേണ്ട ഒറ്റ കാര്യം ആ ദൂത് കേട്ട് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആമീൻ പറഞ്ഞ് അങ്ങോട്ട് ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം നീ നിശ്ചയമായി പറഞ്ഞോണം, ഇത് ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് എന്റെ കുടുംബത്തിനകത്ത് ചെയ്തു തന്നിരിക്കുന്നു, എന്റെ തലമുറമേൽ ചെയ്തു തന്നിരിക്കുന്നു, എന്റെ മേലത് ചെയ്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാനും എന്റെ കുടുംബവും അനുഭവിച്ചിരിക്കാൻ പോവുക. അത് അനുഭവിച്ചിരിക്കാൻ പോകുന്നതിലേക്ക് കൊണ്ടുവരാൻ പോവുക. ആ സാക്ഷ്യം പറയാൻ വേണ്ടി കൊണ്ടുവരാൻ പോവുക. ആ രീതിയിലേക്ക് എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക, എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞ് നീ വിശ്വസിക്കുന്നുവെങ്കിൽ
പറയുക. ചിലതങ്ങോട്ട് അവിശ്വാസങ്ങളെ പൊട്ടിച്ചു മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വിശ്വാസങ്ങളെ പകർന്ന് പൊട്ടിച്ചു മാറ്റട്ടെ. ആ ദൈവത്തിന്റെ കൃപയെന്ന് പകരങ്ങോട്ട് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപയെന്ന് പകരം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപയെന്ന് പകരം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപയെന്ന് പകരം വെളിപ്പെടട്ടെ. യേശുവിനെ ശക്തി ആനടിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഭവനത്തിലേക്ക് അങ്ങോട്ട് ആനടിച്ച് കയറി വരട്ടെ. യേശുവിന്റെ മഹത്വം കൊണ്ട് കയറി വരട്ടെ. യേശുവിന്റെ ശക്തി അങ്ങോട്ട് കയറി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ട് ജയിക്കട്ടെ. പ്രതികൂലങ്ങളെ അങ്ങോട്ട് ജയിക്കട്ടെ. പ്രതിസന്ധികളെ പകരം ജയിക്കട്ടെ. എന്റെ യേശു എനിക്ക് മറുപടി തന്നിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ യേശു എനിക്ക് മറുപടി തന്നിരിക്കുക. സ്തോത്രം. എന്ന് പറയുന്ന മക്കളെ ഒരു കാര്യം ഞാൻ പറയാം. രോഗമാവട്ടെ, സാമ്പത്തിക വിഷയമാവട്ടെ, എന്തോ ആവട്ടെ, നമ്മുടെ ദൈവസ്ഥനെ പ്രാർത്ഥിക്കണം. ഞാൻ യേശുവിന് സെലക്റ്റായ വ്യക്തിയാണ്. ഞാൻ യേശുവിന് സെലക്റ്റായ വ്യക്തിയാണ്. ഞാൻ യേശുവിന് പ്രാധാന്യപ്പെട്ട വ്യക്തിയാണ്. ഞാൻ യേശുവിനാൽ അനുഗ്രഹപ്പെട്ടവരാണ്. സ്തോത്രം. ഇന്ന് പകല് ഈ ശോധനകൾ, പ്രതികൂലങ്ങൾ, ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം പോലെ അത്തിയുടെ വേര് മുതൽ ഉണങ്ങിപ്പോയതുപോലെ ഇന്ന് എനിക്ക് അടിക്കടി കൊണ്ടുവരുന്ന ഈ പ്രതികൂലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. അത് വേരോടെ വേരോടെ ഉണങ്ങട്ടെ. അത് വേരോടെ ഉണങ്ങട്ടെ. അതിന്റെ അല്പ കുറ്റി പോലും കാണല്ലേ, കുറ്റി പോലും കാണല്ലേ. ആ രീതിയിലേക്ക് യേശു ആ വിഷയത്തിനകത്ത് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യട്ടെ. അത്ഭുതം ചെയ്യട്ടെ. അത്ഭുതം ചെയ്യട്ടെ. അങ്ങോട്ട് യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ട് പാർട്ടിയെ ഇന്ന് ആ അത്ഭുതം ഇന്ന് പല അത്ഭുതം പലങ്ങോട്ട് പ്രാപിക്കട്ടെ മക്കൾ. സ്തോത്രം. എനിക്കും സാക്ഷ്യം പറയണം. എനിക്ക് സാക്ഷ്യം പറയണം. ദൈവസഭയിലേക്ക് കയറി വരുമ്പോ, ആരാധനയ്ക്ക് കയറി വരുമ്പോ എനിക്ക് സാക്ഷ്യം പറയണം. അപ്പ വേരോട് എന്റെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റിയിരിക്കുന്നു. വേരോട് ഉണക്കി കളഞ്ഞിരിക്കുന്നു. വേരോട് ഉണക്കി കളഞ്ഞിരിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനത്തിൽ മേലും എന്റെ കുടുംബം ഉയരട്ടെ എന്ന് വാദിക്കുന്ന നൂറ്റാമ ശക്തികളെ പെരുന്നത്തെ ഈ യേശുവിന്റെ നാമത്തിൽ വേരോട് ഉണക്കി കളഞ്ഞ് ഈ യേശുവിന്റെ നാമത്തിൽ ഞാനും എന്റെ കുടുംബം പുറത്തു വരാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ പ്രവൃത്തി അങ്ങോട്ട് വെളിപ്പെടട്ടെ. ദൂത് പുറത്തു വരട്ടെ. അനുഭവിക്കേണ്ട ദൂത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പകല് ദൈവജനത്തിലേക്ക്, സഭയിലേക്ക്, ഭവനത്തിലേക്ക് വെളിപ്പെടട്ടെ. 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 സഭയ്ക്കെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത്തി ഉണങ്ങിപ്പോയതുപോലെ, അത്തി ഉണങ്ങിപ്പോയതുപോലെ സഭ ഉയരത്തിലെന്ന് വാദിക്കുന്ന, സഭ തകർക്കുമെന്ന് വാദിക്കുന്ന, സഭയ്ക്കെതിരെ പരിദൂഷണം പറയുന്ന, അപമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവ അത്തികളെ ഇന്ന് ഉണക്കിക്കളയുന്ന രീതിയിൽ ദൈവത്തിന്റെ ശക്തി അവന്റെ ഭവനത്തിലേക്ക്, ദേശാന്യ ശക്തികളെ വേരോട് പിടിഞ്ഞു മാറ്റുന്ന രീതിയിൽ അവരെ ഉണക്കിക്കളയുന്ന രീതിയിൽ ഇത് പകൽ ദൈവശക്തി വെളിപ്പെടാൻ പോവുക. അതുപോലെ സഭയ്ക്കകത്ത് വരുന്ന കുടുംബങ്ങളിൽ അവരെ നോക്കി പരിഹസിക്കുന്നവർ, അപമാനിക്കുന്നവർ, സഭയ്ക്കെതിരെ കടന്നു വരുന്ന ദൈവ സഭയ്ക്കെതിരെ കടന്നു വരുന്ന എല്ലാ പ്രതികൂലത്തെയും യേശുവിന്റെ നാമത്തിൽ ദൈവം അത്തി ഉണക്കിക്കളയുന്നതുപോലെ ഇന്ന് ഉണക്കിക്കളയാൻ പോയിന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. ദൈവം വെളിപ്പെടട്ടെ.
ദൈവദൂതം കൊണ്ട് ഇറങ്ങട്ടെ, ആത്മാവിനെ പകർത്തി പകൽ അങ്ങോട്ട് ആഴമായി ഇറങ്ങി വന്ന് ദൈവജനം അത് പ്രാപിച്ചെടുക്കട്ടെ. ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. തങ്കമനുഷ്യനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എപ്പോഴും ഈ അടുക്ക സമയം കൊണ്ട് കർത്താവ് കൂടുതലായിട്ട് വിളിച്ചു പറയുന്നത് വാത്സല്യമായ എന്റെ പുത്രി എന്നാ പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. യേശു വിളിക്കുന്ന പേരാ എന്റെ വാത്സല്യായ പുത്രി, എന്റെ വാത്സല്യമായ പുത്രി. ഇന്ന് നമ്മളെ ഓരോരുത്തരുടെയും ഓരോ പേരിട്ട് വിളിക്കാറുണ്ട്. വാത്സല്യ പുത്രി എന്ന് പറഞ്ഞ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവൾ, ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവൾ. എങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, എതിരെ നിൽക്കുന്ന ഭവനത്തിനെതിരെ നിൽക്കുന്ന, കുടുംബത്തിനെതിരെ നിൽക്കുന്ന വെല്ലുവിളികൾ, ഇന്ന് വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളികൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ കരിയുമാകട്ടെ, ഉണരുമാകട്ടെ, തീയാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ നമുക്ക് ഓർമ്മ വരുന്നു. സ്തോത്രം. വേരോടെ ഉണങ്ങിപ്പോയി. ഉണങ്ങിപ്പോയെങ്കിൽ എന്തുവാ? തീ തട്ടണം, തീ തട്ടണം. സ്തോത്രം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നുള്ളൂ, എന്റെ പുറമേ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവന്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ട്, അവൻ നിങ്ങളെ തീയാലും സ്തോത്രം പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പൊ ദൈവത്തിന്റെ മക്കളുടെ വായിന്ന് വരുന്ന ഓരോ വാക്കും എന്തുവാ? തീയ, ഉണക്കിക്കളയുന്ന തീ, തകർത്ത് കളയുന്ന തീ. അതിനെ പുറമേയുള്ളതിനെ അല്ല തകർക്കുന്നത്, വേരോട് പിഴുതെറിഞ്ഞ് മാറ്റുവാൻ ശക്തമേറിയ ദൈവത്തിന്റെ തീയാണ് ദൈവമക്കളുടെ നാവിന്മേൽ ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അവരുടെ നാവുകൾ പിളർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി അവരുടെ നാവിന്മേൽ വെളിപ്പെട്ടു, അവരുടെ തീ അവരുടെ മേൽ വെളിപ്പെട്ടു. അവർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അതുവരെ ഭയപ്പെട്ടിരുന്നവർ ഭയം മാറി, അവർ പുറത്തു വരാൻ തുടങ്ങി, കർത്താവിനെ ഉയർത്തുവാൻ തുടങ്ങി. കർത്താവിനെ എവിടെ തള്ളിപ്പറഞ്ഞു അവിടെ തന്നെ ശുശ്രൂഷ ആരംഭിച്ചു. ആരുടെയാ? പത്രോസിന്റെ. ദൈവശക്തി അങ്ങോട്ട് വെളിപ്പെട്ടു. സ്തോത്രം. നമ്മൾ പ്രാപിക്കേണ്ട വേറെ ഒന്നും അല്ല ദൈവമക്കളെ, ദൈവശക്തി വെളിപ്പെടാനാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവശക്തി വെളിപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവശക്തി വെളിപ്പെടാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് കർത്താവ് പറയുക, എടാ നിനക്ക് സ്തോത്രം സ്വർഗത്തിൽ ഞാൻ ഭവനം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ പറഞ്ഞേ നമുക്ക് വേണ്ടി അനേകം ഭവനമുണ്ട്, വാസസ്ഥലമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ ഞാൻ പോകുന്നു. അപ്പൊ കർത്താവിനോട് പറയുക, എടാ ഇന്ന് നിനക്ക് സ്വർഗത്തിൽ ഞാൻ ഭവനം ഒരുക്കി, അപ്പൊ നിനക്ക് ഭൂമി വീട് വേണം. നമ്മളന്ന് എന്ത് പറയും? ആദ്യം ഭൂമിയിലെ വീടാ, സ്വർഗത്തിലെ വീട് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഭൂമിയിലെ വീട് ഞാൻ കാണുന്നുണ്ട്, പലരും വെക്കുന്ന കാണുന്നുണ്ട്. ആദ്യം തീർന്നു, ഇതാ നമ്മളെ മറുപടി. എന്നിട്ടും കർത്താവ് നമ്മളെ സ്നേഹിക്കുക, എന്നിട്ടും ആര് സ്നേഹിക്കുക? സ്വന്തം ആദ്യം മക്കളുണ്ടാവണേന്ന്, കുടുംബജീവിതം അനുഗ്രഹമാവണേന്ന് പ്രാർത്ഥിച്ചു. മക്കളുണ്ടായി കഴിയുമ്പോഴോ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാവണേന്ന് പ്രാർത്ഥിച്ചു. വിദ്യാഭ്യാസം അനുഗ്രഹമായി. അവർക്ക് കുടുംബം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു, അവർ കുടുംബമായി. എന്നിട്ടും ചോദിപ്പ് നിന്നിട്ടുണ്ടോ? പിന്നെ അവരുടെ തലമുറ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്കിലും ദൈവം ഓർക്കുക, എങ്കിലും നീ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി ആ വാർത്തക സമയത്തെങ്കിലും മുഴങ്കാലം മടക്കി, കർത്താവേ എനിക്ക് ആത്മീയമായി കുറച്ച് പ്രാപിക്കണം, എനിക്കൊന്ന് ആത്മീയമായി കുറച്ചൊന്ന് പ്രാപിക്കണം, അനേർക്ക് ഉൾക്കരുത്ത് കൊടുക്കുന്നവനായി എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണം, അനേരെ യേശുവായിട്ട് അടുപ്പിക്കുന്നവനായി എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ. അപ്പോഴാ മുട്ടുവേദന വന്നത്, കാലുവേദന വന്നത്, അപ്പോഴാ പെടലിവേദന വന്നത്, അപ്പോഴാ നെഞ്ച്. അപ്പോഴെങ്കിലും പ്രാർത്ഥിക്കേ, ഇതൊന്നും എനിക്ക് വിഷയമല്ല കർത്താവേ, എനിക്ക് ആത്മീയമായിട്ടൊന്നും ഉയരണം. ഇതെല്ലാം വാർത്തകത്തിൽ വരുന്നതായിരിക്കും, ലോക മനുഷ്യന് വരുന്നതാണ്. ഇതൊന്നും അല്ല എന്റെ വിഷയം, എനിക്ക് ആത്മീയമായിട്ടൊന്നും ഉയരണം. ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുകയോ. കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെ എളുപ്പമാണ്. ഞാൻ ലോകത്തിൽ എനിക്ക് ഭവനം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലവർ നിന്ന വാക്കുകൾ, പരിഹാസ വാക്കുകൾ, അതുപോലെ ചില കാര്യങ്ങൾ ചിലയിടത്ത് പറയുമ്പോൾ ചില തടസ്സങ്ങൾ, ഭവനത്തിനെ കുറിച്ച്, താമസത്തിന്റെ തടസ്സങ്ങൾ, അപ്പോഴെല്ലാം ഓർത്തിട്ടുണ്ട് ഭവനം വേണമെന്ന്.
സ്തോത്രം. ഭവനം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമല്ല. അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയ അതൊരു സ്തോത്ര കുടുംബ സ്വത്തുക്കളെ ഞാൻ എന്ത് ചെയ്തത്, വലിയ ഭവനത്തിലാക്കിയത്, അതിലേക്കൊരു വഴിയൊരുക്കിയത്. അതെല്ലാം വിട്ടു വന്നത് അതൊന്നും അല്ല എനിക്ക് വലുത്, യേശു വലുത്. സ്തോത്രം. അപ്പോഴേ ഇപ്പോൾ ഭവനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി എന്നോട് പറഞ്ഞേ, നിനക്ക് സ്വർഗത്തിലെ ഭവനം വേണോ ഭൂമിയിൽ? ഞാൻ കൺഫ്യൂഷനായി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. നമ്മളെല്ലാം പറയുന്നത് പറയും, ഇവിടെയും വേണം, ആദ്യം ഇവിടെ തരട്ടെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒറ്റ പെന്തിക്കോസ്തുകാരൻ വീട് വെക്കത്തില്ല, വെക്കുമായിരുന്നു. സ്വർഗത്തിലെ വീട് മതിയപ്പോ ഇന്നും ഒരു വീട് കിട്ടിയിട്ട് 3 വീട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെക്കുമായിരുന്നോ ക്രിസ്ത്യാനികൾ? ഏറ്റവും വലിയ വീടുകൾ ക്രിസ്ത്യാനികളാണ് വെച്ചേക്കുന്നത്. സ്തോത്രം. വെക്കുമായിരുന്നോ? കാര്യം ഇവിടെ കിടക്കുക. ഈ ചിന്തയൊന്നും മാറണം. നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളാവട്ടെ. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ ഭക്തരാക്കണേ, അഭിഷക്തരാക്കണേ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണേ, അനേരെ ഉൾക്കരുത്തുള്ളവരാക്കുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കണേ. ഉൾക്കരുത്തില്ലെങ്കിൽ തകർന്നു പോകും. ആ ഉൾക്കരുത്തിനെ പകർന്നു കൊടുക്കുന്ന ഒരു കൃപാവരം ഞങ്ങൾ മേൽ പകർന്നു കൊടുക്കണേ. 10 സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതല്ല, പ്രവചിക്കുന്നതല്ല, ദൂത് പറയുന്നതല്ല, ഒരുവരും ഉൾക്കരുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവനെ യേശുമായിട്ട് അടുപ്പിക്കുന്നത് ഏറ്റവും വലിയ കാര്യം. അതിനുള്ള കൃപാവരം ദൈവം ഞങ്ങൾക്ക് തരണം. ദൈവമക്കൾ നമുക്കെല്ലാം ദൈവം തരും. സ്തോത്രം. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മാനസികമായി തകരും. അങ്ങനെ തകരുന്ന എത്രയോ പേരുണ്ട്. നമുക്ക് തകരുമ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു യേശുവുണ്ട്. അവസാനം നമുക്കൊരു പേര് ഓർമ്മ വരും, യേശുവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ നടക്കും, ഇല്ലയോ? ഇതില്ലാത്ത എത്രയോ പേരുണ്ട്, എത്രയോ പേരുണ്ട്. അതാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആത്മഹത്യയിലെ നിസ്സാര സംഭവത്തിന് ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാര്യം എന്തുവാ? ഉൾക്കരുത്തില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് ഉൾക്കരുത്ത് കൊടുക്കുവാനുള്ള കൃപ എനിക്ക് കിട്ടണം. ദൈവം നമ്മളെ എന്ത് ചെയ്യും? ശക്തമായി പുറത്തു കൊണ്ടുവരും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളെ പരാതി ഇതൊന്നുമല്ല. നമ്മളെ പരാതി നമ്മളെ മക്കൾ, മരുമക്കൾ, പിന്നെ കൊച്ചുമക്കളായി, പിന്നെ കൊച്ചുമക്കളുടെ മക്കളെ കുറിച്ചാണ്. അപ്പോഴും നമ്മൾ എന്താ, ഈ ഭൂമിയിൽ നമ്മൾ പോകല്ലേ, കൊച്ചുമക്കളുടെ മക്കളെ കണ്ട് അവരുടെ മക്കളെ നോക്കുക എന്ന് കല്യാണം കഴിപ്പിച്ചിട്ടേ പോവാന്ന് പറയാം. 101 വയസ്സുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ അയ്യോ കുറച്ചു നാളോട് കഴിഞ്ഞിട്ട് കാര്യം എന്തുവാ? നന്മയൊന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യാശയോളം പറയുമോ? അതല്ല പറയൂ. പ്രത്യാശയോളം പറയുന്നത് ദൈവമേ എനിക്ക് സ്വർഗത്തിലൊന്ന് എടുക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഒരു പരാതിയില്ലാത്തൊരു സ്ഥലം, ഒരു പരാതി കേൾക്കണ്ടാത്ത സ്ഥലം, സ്വസ്ഥതയുള്ള സ്ഥലം, ആരോഗ്യമുള്ള സ്ഥലം, സമാധാനമുള്ള സ്ഥലം, യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്ന മാത്രമാണ്. നാളെ കുറിച്ച് ചിന്തിക്കേണ്ടാത്ത സ്ഥലം. അവിടെ എനിക്കൊരു വാസസ്ഥലം ഉണ്ടെങ്കിൽ അത് മതി കർത്താവേ എന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട് ദൈവസ്ഥലം. നമ്മൾ ഓടുന്നത് അതിനു വേണ്ടിയില്ല. ക്രിസ്ത്യാനിയായി ക്രിസ്തുവിലേക്ക് നമ്മൾ വന്നതിന് വേണ്ടിയാണ്. നിത്യത പ്രാപിക്കുവാൻ വേണ്ടിയാണ്, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഒരു നിത്യവാസം പ്രാപിക്കുവാൻ ആരുമായിട്ട്? മണവാളനുമായി, യേശുവായി പ്രാപിക്കാനാണ്. പക്ഷെ ആ കാഴ്ചപ്പാട് പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നില്ല? ഭരിക്കുന്നില്ല. ലോക കാഴ്ചപ്പാട് പലപ്പോഴും നമ്മളെ ഭരിക്കുന്നത്. ആ ലോക കാഴ്ചപ്പാടിന്റെ ഭയം, ലോക കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത് ഭയമാണ്, അല്ലാതെ സ്തോത്രം സ്നേഹമല്ല. ലോക കാഴ്ചപ്പാടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും, നാളത്തെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കും. കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ, നാളത്തെ കുറിച്ച് നീ ഭയപ്പെടേണ്ട, നാളത്തെ കുറിച്ച് നീ വിചാരപ്പെടേണ്ട. ദൈവവചനം പറയുന്നു. നാളത്തെ പറ്റി വിചാരപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് 5 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ അതിന് എങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ബാങ്കിലായിരിക്കും നമ്മൾ കൊണ്ടിരുന്നത്, ഇല്ലയോ? നാളത്തെ പറ്റി വിചാരിച്ചുകൊണ്ടാ. അല്ലെങ്കിൽ 5 ലക്ഷം അന്ന് രാത്രി തീർക്കൂ? ഇല്ല. പേടിയാ. എന്തുവാ? കർത്താവ് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞാൽ പോലും പേടിയാ. എന്ത് ചെയ്യണമെന്ന് പിന്നെ പേടിയാ. പേടിക്കല്ല ദൈവമക്കളെ. നീ കർത്താവിൽ വിശ്വസിച്ച് പൊട്ടനെ പോലെ നിന്നാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിന്നോട് പറയുന്ന വാക്കാ നീ പ്രാധാന്യം കൊടുക്കണ്ടേ. ദൈവം എന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോണം. സ്തോത്രം. ഞാന് 3 മക്കളുടെ അടുത്ത് ചോദിക്കും, സ്തോത്രം, എപ്പോഴും പറയാനുണ്ട്, എനിക്ക് വീടില്ല, വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഈ 3 എണ്ണത്തിനും ആ ഒരു കെയറേ, വീട് വേണമെന്നുമില്ല, ഒന്നുമില്ല. ഇനി ക്രിസ്ത്യല്ല എവിടെ കൊണ്ട് ഇട്ടാലും അവൻ ഓക്കെ. അവൻ എവിടെ കിടന്നാൽ അവൻ എവിടെ കിടക്കും. അവന് നിനക്ക് നിന്ദിയായിട്ട്
ഞാൻ അതിൽ എത്തിപ്പോയിട്ടുണ്ട്. ഇന്നത്തെ കാര്യം അവന്റെ കാര്യം. പലപ്പോഴും ഞാൻ ക്രിസ്ത്യ നോക്കാറുണ്ട്. അന്നത്തെ കാര്യവും നാളത്തെ കാര്യവും അവൻ ചെയ്യുന്നത് ഇന്ന് അവനെ അഴിച്ചു പൊളിച്ച് കഴിക്കും. സ്വത്രം കിടന്നുറങ്ങുക. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അവനെ വ്യാകുലപ്പെടുന്നില്ല. സ്തോത്രം. എന്നാല് നമ്മൾ ചിലപ്പം ചില കുഞ്ഞുങ്ങളുണ്ട്, ചില ഭവനത്തിലേക്ക് അവരെ കൊണ്ടുപോകത്തില്ല. ഞങ്ങളെ വീട് ചെറുതാണെങ്കിൽ ചില കൂട്ടുകാരെ കൊണ്ടുപോകത്തില്ല, ഇല്ലയോ? അങ്ങനത്തെ ഉള്ള കാലഘട്ടമായിരുന്നു, മത്സരിക്കുന്ന കാലഘട്ടം. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. ഇവർക്ക് അങ്ങനത്തെ ഒരു വിഷയമേ അല്ല. ഇവരെ സ്തോത്രം അന്നെന്നുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. അവരുടെ മൈൻഡിൽ പലപ്പോഴും എനിക്ക് കിട്ടിയായിരുന്നു ഉപകാരം ആ കാര്യത്തിനകത്ത്. സ്തോത്രം. സ്തോത്രം. കാര്യം എന്താ, അവർക്ക് എന്തില്ല, അതിനെപ്പറ്റി ടെൻഷനേ ഇല്ല, അതിനെപ്പറ്റി അവർ ചിന്തിക്കാറ്. ഇവര് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സഭയെക്കുറിച്ച്, ദൈവമക്കളെ കുറിച്ചും സഭയുടെ വർധനവിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാതെ അവരുടെ ബേസിൽ ഈ കാര്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. സ്തോത്രം. ഇനി ചിലപ്പോ എന്നെ പേടിച്ച് ചിലപ്പോൾ പറയുന്നല്ലാതെ അവരല്ലാതെ അവർ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സ്തോത്രം. ആ ചിന്തയില്ല. അടുത്ത വാക്യം വായിക്കാം. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. കണ്ടോ? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. അടുത്തത്, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ. സ്തോത്രം. ഒരു മിനിറ്റ്. ആരെങ്കിലും അവന്റെ ഹൃദയത്തിനകത്ത് സംശയം കൂടാതെ ഈ മല നീങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓർത്തോണം ആ വാക്യം എപ്പോഴും ശ്രദ്ധിച്ചോ ദൈവമക്കളെ. നമ്മൾ ഒരുപാട് വായിക്കുന്നത് കേൾക്കുന്ന വാക്യമാണ്. എങ്കിലും ഇന്ന് പകൽ ഒന്നുകൂടി ഞാൻ വിളിപ്പിച്ച് പറയാം, നിന്റെ ഹൃദയത്തിനകത്ത് സംശയം കൂടാതെ. അപ്പൊ ഞാൻ ദൂത് കേട്ടാൽ സംശയം കൂടാതെ ഏറ്റെടുത്തോണം. ദൂത് ആര് തരും? ദൈവം പറഞ്ഞാൽ ആര് തരും? കർത്താവ് തരും. താമസിക്കുന്നത് ഓർത്തോണം, കർത്താവ് എന്നെ ഒരുക്കിയിട്ട് തരാൻ വേണ്ടിയാ. പക്വതയാകുമ്പോ തന്നാ മതി, അന്നാലേ അത് പ്രയോജനപ്പെടും. അതിനു വേണ്ടിയാ. പക്ഷെ ദൂത് മാറിപ്പോത്തില്ല. ആരാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞേ. പറയുക, സംശയം കൂടാതെ ഈ മലയോട് നീങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ. അടുത്തത്, നീ നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. സ്തോത്രം. കർത്താവ് പറഞ്ഞ ഈ അത്തിയെ കണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഇതിന്റെ അപ്പുറത്തെ കാര്യം ആർക്ക് ചെയ്യാൻ പറ്റും? ദൈവമക്കൾ. ഈ ഒരു അധികാരവും ഈ ഒരു പവറും ഉള്ള ദൈവമക്കളാ നമ്മള് ചില നിസ്സാര വിഷയത്തിനകത്ത് എന്ത് ചെയ്യുന്നത്? ചഞ്ചലപ്പെട്ടു പോകും. ഈ വാക്യമെല്ലാം കൊണ്ട് വായിക്കണം. പ്രതികൂലം വരുമ്പോൾ ഈ മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വായിക്കണം. 11-ന്റെ ആരംഭം തൊട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങോട്ട് വായിക്കണം. എന്തുവാ? സങ്കടം വരുമ്പോൾ, ചിലവർ കുത്തുവാക്ക് പറയുമ്പോൾ, ചില രോഗം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ഈ വചനം അങ്ങോട്ട് വായിച്ചിട്ട് ഈ വചനത്തിനകത്ത് അങ്ങോട്ട് കൈവച്ച് അങ്ങോട്ട് കണ്ണുനീരൊഴുകി അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, അത്തിയോട് പറഞ്ഞു. അത്തിയുടെ കാര്യം കണ്ട് അവൻ ശിഷ്യന്മാർ വിശ്വസിച്ച് യേശുവിനോട് വന്ന് അത്തിയെ പറ്റി പറയുമ്പോൾ കർത്താവ് പറയുക, നിന്റെ ഹൃദയത്തിനകത്ത് സംശയം കൂടാതെ നീ കൽപ്പിച്ചാൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങി കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ അത് ചാടും. അപ്രകാരമുള്ള അത്ഭുത പ്രവർത്തികൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നു. ദൈവമക്കൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. എങ്കിൽ ഈ വചനം പറഞ്ഞിരിക്കുന്നത് പോലെ എനിക്കും എന്റെ കുടുംബത്തിനകത്തും അതൊന്ന് പ്രവർത്തിക്കണേ. എന്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗത്തിനകത്തൊന്ന് പ്രവർത്തിക്കണേ. എന്റെ ശരീരത്തിനകത്ത് ബാധിച്ചിരിക്കുന്ന രോഗത്തിനകത്ത് പ്രവർത്തിക്കണേ. എന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന കടഭാരത്തിനകത്തൊന്ന് പ്രവർത്തിക്കണേ. എന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന സമാധാനക്കേടിനകത്തൊന്ന് പ്രവർത്തിക്കണേ. എന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന എതിർപ്പിനകത്തൊന്ന് പ്രവർത്തിക്കണേ. ഈ വചനത്തിന്റെ ദൂതിന്റെ കലവറ എനിക്കായൊന്ന് തുറക്കപ്പെടണേ. ഈ വചനത്തിന്റെ കലവറ എനിക്കായൊന്ന് തുറക്കപ്പെടണേ. ഞാൻ പൊട്ടനെ പോലെ ഏൽപ്പിക്കുക. യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. എന്റെ ഹൃദയത്തിൽ സംശയം കൂടാതെ, എന്റെ ഹൃദയത്തിൽ ഒരു സംശയം കൂടാതെ ഞാൻ കൽപ്പിക്കുന്ന യേശുവിന് ചെയ്യാൻ പറ്റും. ഇന്ന് പകല് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ആ വചനത്താൽ നീ റിലീസ് പോവുക. ആ വചനത്താൽ നീ റിലീസ് പ്രാപിക്കാൻ പോവുക. ആ വചനത്താൽ നീ പുറത്തു വരാൻ പോവുക. ആ വചനത്താൽ നിങ്ങളുടെ മേൽ അത്ഭുതം നടക്കാൻ പോവുക. ആ വചനത്തിന്റെ അനുഗ്രഹം
ഹല്ലേലൂയ. സ്തോത്രം. പ്രതികൂലം വന്നില്ല എങ്കിൽ നമ്മൾ ഉപവാസമൊന്നും ഇരിക്കത്തില്ല ദൈവമക്കളെ. പ്രതികൂലമില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല ദൈവമക്കളെ. അപ്പൊ ഇടയ്ക്ക് പ്രതികൂലം വരുന്നത് നല്ലതാണ്. ആരെ അറിയാനാ? യേശുവിനെ അറിയാനാ. ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളെല്ലാം നമ്മളെ കുടുംബത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ അത് കണ്ടിട്ട് യേശു എന്നെ കൈവിട്ടെന്നല്ല, ഞാൻ യേശുവിനെ കൈവിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ കൈവിട്ടിൽ പോകുന്ന പാത സ്റ്റോപ്പ് ചെയ്തിട്ട് യേശുവിനോട് ചേർന്ന് നടക്കാൻ തന്ന പ്രതികൂലമായെന്ന് ദൈവമക്കളെ നീ കാണാൻ തുടങ്ങിയാൽ, ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ഇന്ന് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നതെല്ലാം ദൈവം അനുകൂലമാക്കി തരും. ദൈവം അനുകൂലമാക്കി തരും. മനുഷ്യന്റെ സകലത വസാദിയുണ്ട്, ദൈവത്തിന് സകലത കഴിയുമെന്ന് പകല് തിരിച്ചറിയുക. ദൈവത്തിന് സകലത സാധ്യമാണ് തിരിച്ചറിയുക. ഇന്ന് നിനക്ക് പ്രതികൂലമായി നിന്റെ കുടുംബത്തെ വെല്ലുവിളിക്കുന്ന പ്രതിസന്ധിയായി നിൽക്കുന്ന ചില വിഷയങ്ങളെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ആ പ്രതിസന്ധി എല്ലാം നിനക്ക് അനുകൂലമാക്കി തരും. ആ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആരാധന നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നീ നിന്റെ കുടുംബം മാറും. ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ആ പ്രതികൂലത്തെ ആര് മാറ്റും? കർത്താവ് മാറ്റും. എനിക്ക് പ്രതികൂലം വരുമ്പോഴേ ഫസ്റ്റ് ചിന്തിക്കേണ്ട വിഷയം അതാ. എന്തുവാ? പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴേ കർത്താവെ, ഞാൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ട് എനിക്ക് ദൈവമായിട്ട് ചേർന്നിരിക്കണം. ഈ പ്രതികൂലം എനിക്ക് ദൈവമായി ചേർന്നിരിക്കാൻ വേണ്ടി ദൈവം എന്നെ ഓർമ്മപ്പെടുത്താൻ തന്ന പ്രശ്നമാണ് എന്ന് ഞാൻ കാണുന്നു. ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ സ്തോത്രം, എനിക്ക് എന്റെ ദൈവമായി ചേർന്ന്. ഇങ്ങനെ കൊണ്ട് പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഈ പ്രതികൂലം എല്ലാം നീങ്ങും. പക്ഷെ നമ്മളെന്തുവാ? പ്രതികൂലത്തെ തരണം ചെയ്യാനുള്ള മാനുഷ്യ ബുദ്ധിക്കാണ് നമ്മൾ പോകുന്നത്, അല്ലയോ? മാനുഷ്യ ചിന്തകൾക്കാണ് നമ്മൾ പോകുന്നത്, അല്ലയോ? സ്തോത്രം. ഇപ്പം സ്തോത്രം, ശരീരത്തിനകത്തൊരു പരു വന്നാൽ പോലും അത് 10 പേരെന്ന് ചോദിച്ചാൽ 10 അഭിപ്രായം. മിക്കാതെ ക്യാൻസർ സെന്ററിനകത്ത് കയറ്റും. ക്യാൻസർ ആയാലും വിടുതൽ തരാൻ ആർക്കാ കഴിയുന്നത്? ദൈവത്തിന് കഴിയുന്നത്. ക്യാൻസറിനെ സൗഖ്യമാക്കുവാൻ ആർക്കാ കഴിയുന്നത്? ദൈവത്തിന് കഴിയുന്നത്. ഇന്ന് അതിനൊന്നും സമയമില്ല. സ്തോത്രം. എനിക്ക് ഇന്നത് വന്നു, ഇന്ന രീതി ഞാൻ വേദന അനുഭവിക്കുന്നു, പക്ഷെ ഞാൻ എന്റെ ദൈവത്തെ വിട്ടു പോകത്തില്ല. നിശ്ചയമായി ദൈവം മറുപടി തരുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ തലമുറ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ തലമുറ ബലപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. അവരാർക്ക് വേണ്ടി അത് അനുഭവിച്ചേ? ആരെ ഉയർത്താൻ വേണ്ടി അനുഭവിച്ചേ? യേശു ക്രിസ്തുവിനെ ഉയർത്താൻ വേണ്ടി. നിശ്ചയമായി ആ കുടുംബത്തെ ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദേവാസിന്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഉറപ്പായിട്ട് പറയാം, ആ സിസ്റ്ററിനെയും അവരുടെ തലമുറയും ദൈവം അനുഗ്രഹിക്കും. കാര്യം എന്തുവാ? അവർ ദൈവത്തിന് വില കൊടുത്തത്. സ്തോത്രം. അവരുടെ അവസാന വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന പലരും അവരുടെ വിശ്വാസം നശിപ്പിച്ചു കളഞ്ഞതാണ്. സ്തോത്രം. എനിക്ക് ഉറപ്പായിട്ട് ഞാൻ 100% വിളിച്ചു പറയാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടപ്പോ സ്തോത്രം, ആ കുടുംബത്തിലെ എല്ലാം കർത്താവിന്റെ ദാസന്മാർ കൈ കോർത്ത് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചായിരുന്നു. പക്ഷെ കൈ കോർക്കാനല്ല നിന്നത്, എല്ലാവരും അങ്ങോട്ട് ഓടിച്ചു വിടാനാണ് നിന്നത്. സ്തോത്രം. അസിസ്റ്റന്റിനെ പേടിപ്പിക്കാനാണ് നിന്നത്. ആ പേടിപ്പിച്ചു. അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയാം, അവർ തലമുറ അനുഗ്രഹപ്പെടും. കാര്യം എന്തുവാ? അവർ ദൈവത്തിന് വേണ്ടി അങ്ങനെ അനുഭവിച്ചെങ്കിൽ, ദൈവത്തിന് വേണ്ടി ആ നിന്ദ അനുഭവിച്ചെങ്കിൽ, ആ ദൈവത്തിന് വേണ്ടി ആ വേദന അനുഭവിച്ചെങ്കിൽ, ദൈവത്തിന് വേണ്ടി ആ നഷ്ടം അനുഭവിച്ചെങ്കിൽ, നിശ്ചയമായി ആ കുടുംബത്തെ ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. അങ്ങനെ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട ദൈവദാസന്മാരും ദൈവമക്കളുടെ തലമുറയായി ഏറ്റവും ടോപ്പിൽ അനുഗ്രഹപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ടോപ്പിൽ അനുഗ്രഹപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഓർക്കുക, സ്തോത്രം,
നമ്മളെ കുണ്ട്ര സ്തോത്രം മുളയന ഭാഗത്തുനിന്ന് വരും. സ്തോത്രം പണ്ട് സഹോദരന്മാര് വരും ആരാധനയ്ക്ക് കൊട്ടാരക്കര. ബസ്സൊന്നുമല്ല, നടന്ന് സ്തോത്രം രാവിലെ സ്തോത്രം 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് എന്തെങ്കിലും എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവർ നടന്നു വരും. സ്തോത്രം നടന്നു വരും, ആരാധനയ്ക്ക് വരും. തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സഭയ്ക്കകത്തൊന്നും വരുമാനം കാണത്തില്ല. സ്തോത്രം ഈ സഭയല്ല ഞാൻ പറഞ്ഞേ, TPM സഭയ്ക്കകത്ത പറഞ്ഞേ, വരുമാനം കാണത്തില്ല. അവിടുന്ന് എന്തെങ്കിലും എല്ലാം ഞായറാഴ്ച എന്തെങ്കിലും കിട്ടും കഴിക്കാൻ. അതും കഴിച്ചിട്ട് അവരെന്ത് ചെയ്യും? ആരാധന കഴിഞ്ഞിട്ട് നടക്കും. ചെല്ലുമ്പോഴ് ഭർത്താവ് നല്ല വില്ലനായിരിക്കും. ചെല്ലുമ്പോഴ് നല്ല ഇവിടുന്ന് പ്രാപിച്ച ആരാധനയും അഭിഷേകവും എല്ലാം അവിടെ ചെല്ലുമ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? തീ പോലെ നിൽക്കേണ്ടവരും അന്നാലും അവരടുത്തയച്ചു. സ്തോത്രം ഇറങ്ങിപ്പോയ കാലൊടിക്കുന്നു, അല്ലെ കാലടിക്കും. അമ്മച്ചിമാര് പറയുന്ന സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. കാലൊടിക്കും. കാലൊടിഞ്ഞാലും ഒരു വരും, എഴഞ്ഞാലും ഒരു വരും, കെട്ടിയാലും വരും. അവരുടെ തലമുറയെല്ലാം ഏറ്റവും ടോപ്പിലാണ്. ആ തലമുറയെല്ലാം ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ ആയി. പക്ഷെ അവരുടെ കണ്ണുനീരൊന്നും എന്ത് ചെയ്തിട്ടില്ല, മാറിപ്പോയിട്ടില്ല. ഇന്ന് അവിടെ വലിയ പ്രമാണി എന്ന് പറഞ്ഞവരെല്ലാം വിറ്റുപറക്കിപ്പോയി. ആ വിറ്റുപറക്കിയതല്ല ഇവരാ വിലയ്ക്ക് വാങ്ങിയത്, ഇവരുടെ തലമുറകളാണ് മേടിച്ചത്. ഇന്ന് അവരാ വില കൊടുത്തതിന് ഇന്ന് അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഏത് കാറ് വേണമെങ്കിലും ഉണ്ട് ആരാധനയ്ക്ക് വരാൻ. ഇന്ന് അവർ ആരാധന ആലയങ്ങളിൽ പണിതിട്ടുണ്ട്. സ്തോത്രം ദൈവദാസന്മാര് ദൈവമക്കൾക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാവുന്ന രീതിയിലേക്ക് അവരെ ദൈവം ചെയ്തു. കാര്യം എന്തുവാ? അവർ വില കൊടുത്തു. ചൂട് ചട്ടവും വെച്ച അമ്മച്ചിമാരുണ്ട് പുറത്തല്ല, ആ പാടി ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം വീട്ടിൽ നിന്ന് പുറത്തു പോലെ എന്ന് പറഞ്ഞു. സ്തോത്രം ആരാധനയ്ക്ക് പോലെ വരും. വില കൊടുത്തെങ്കിൽ എന്തുണ്ടാവും? ഇന്ന് നമ്മൾ ദൈവസ്ഥാനിൽ വരുമ്പോൾ ദൈവസ്ഥാനിൽ നമ്മൾ കൊടുക്കുന്ന വിലക്കനുസരിച്ചുള്ള പ്രതിഫലം ആര് തരും? കർത്താവ് തരും. ഒരിക്കലും കർത്താവ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. കർത്താവ് പറയുക സംശയം കൂടാതെ ഹൃദയത്തിനകത്ത്. ഈ മലയോട് ഞാൻ കഴിഞ്ഞ ദിവസം സ്തോത്രം സുനിതയോട് പറഞ്ഞു. സ്തോത്രം അങ്ങനെ കൈകോർത്ത് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുന്ന വിഷയമാണ് എല്ലാ വിഷയവും. അന്ന് കൈ കൊടുത്ത് പ്രാർത്ഥിക്കാത്ത ലാസർ 4 നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് മൈക്ക് കിട്ടുമ്പോൾ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ട്. ഇന്ന് ഭൂരിപക്ഷം ഭാഷമാരും അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ലാസർ 4-ാം ദിവസം കല്ലറയിൽ എഴുന്നേറ്റെന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ആത്മാർത്ഥത്തോട്ട് പ്രസംഗിക്കാൻ പറ്റുമോ? കാര്യം എന്തുവാ? ബമ്മാര് തൊട്ടരും പിടിച്ചത് ഓടിക്കൊണ്ട് നടക്കുക. അപ്പോഴായി ലാസറിന്റെ കാര്യം പറയാൻ പറ്റുമോ? ലാസറിന്റെ കാര്യം പറയണമെങ്കിൽ ലാസറുമായിട്ട് ബന്ധമുള്ളവനെ ലാസറിന്റെ കാര്യം പറയാൻ പറ്റൂ. അത്രയ്ക്ക് വിശ്വാസമുള്ളവനെ ആരെ പറ്റി പറയാൻ പറ്റൂ? സ്തോത്രം ഏത് വിഷയത്തിനകത്ത് നീ കൈ കോർക്കാതിരിക്കാനാ ആര് സമ്മതിക്കുന്നേ? പിശാച് നോക്കുന്നേ. നീ കൈ കോർത്താൽ വിടുതല. നമ്മുടെ കുടുംബത്തിനകത്ത് പാസ്റ്റർ എനിക്ക് കൈ കോർക്കാൻ ആരുമില്ല. ഒന്നും ഭാരപ്പെടാം. മുഴങ്കാലം മണക്കിട്ട് 2 കൈകൾ ചേർത്തു. അത് പറ്റൂ? അപ്പോഴും വലത്തെ കൈ വേണ്ട, കിടത്തെ കൈ ഞാൻ തുറത്തില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കൂ. ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷയത്തിന് മറുപടി ഇല്ലാതെ അങ്ങോട്ട് കൈ കോർക്കണം. കർത്താവ് ഇതെന്റെ ഭർത്താവിന്റെ കൈയാട്ടി ഞാൻ കാണും, ഇതെന്റെ മക്കളുടെ കൈയാട്ടി ഞാൻ കാണും, ഇതെന്റെ ഭാര്യയുടെ കൈയാട്ടി ഞാൻ കാണുന്നു, ഇതെന്റെ സഹോദരങ്ങളെ കൈയാട്ടി ഞാൻ കാണുന്നു. യേശുവേ, ഞാൻ കൈ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പുറമെ നോക്കുമ്പോ ഇത് 2 കൈയാണ്, എന്റെ കൈ തന്നെ. പക്ഷേ അകമേ നോക്കുമ്പോൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം കൈ ഇതിനകത്തുണ്ട്. നസറനായ യേശുവിന്റെ നാമത്തിൽ ഒരു മറുപടി തരട്ടെ എന്ന് നീ കൽപ്പിച്ചാൽ കൂടുതൽ നാളിന് മുമ്പേ ഈ കൈയുടെ മേൽ അവര് കൈ കൊണ്ടുവെക്കും. കാര്യ ഈ വിടുതൽ അവർ പ്രാപിക്കും. ഈ അത്ഭുതം ഞാനും എന്റെ കുടുംബം പ്രാപിക്കും. അപ്പോൾ അവരത് പ്രാപിക്കും. അവരുടെ വിശ്വാസം വർദ്ധിക്കും. അതിനകത്ത് നിന്റെ കൈയിനകത്ത് കൂടുതൽ നാളൊന്നും പോത്തില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ നിന്നോടൊപ്പം കൈ കോർക്കാൻ അവർ കാണും. ആ കൈ ഓർത്തം കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ ദേശത്തോ നിന്റെ ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ ദേശനിവാസികൾക്കോ നിന്നെ കെട്ടിവെക്കാൻ കഴിയത്തില്ല. ദേശാന്യ ശക്തികൾക്ക് നിന്നെ കെട്ടിവെക്കുവാൻ കഴിയത്തില്ല. അതിനപ്പുറത്തെ അനുഗ്രഹത്തോട്, അതിനപ്പുറത്തെ വാക്തത്വങ്ങളോട്, അതിനപ്പുറത്തെ അത്ഭുതത്തോട് നീ നിന്റെ കുടുംബം പുറത്തു വരും. കാര്യം എന്തുവാ? ഒന്നുമില്ലായ്മെന്ന് വിശ്വസിച്ചതാ. ഒന്നുമില്ലായ്മെന്ന് നിന്റെ കരുത്തന്നെ നീ പിടിച്ചു വിശ്വസിച്ച ആ വിശ്വസിച്ച വിശ്വാസത്തിൽ
നമ്മൾ വായിച്ച വചനം അതാണോ? എന്തു പറഞ്ഞേ? സംശയം കൂടാതെ ഹല്ലേലൂയ ഈ മനയോട് കടലിൽ ചാടാൻ പറഞ്ഞാൽ ചാടും. അപ്പോഴെന്ത് വേണം? ഒരു മലയോട് ചാടാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ ചിന്താഗതി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ അപ്പന്മാരുള്ള മുമ്പേ ഉള്ള മലയാണ്. ഈ മലയല്ല ഇനി ഇത് എത്രയോട് പാറയുണ്ട്, ഇതെടുത്ത് നീ കടലിൽ പോകുമോ? ഈ ചിന്തയോട് പ്രാർത്ഥിച്ച കേൾക്കൂ. എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. തെല്ലിക്കൊണ്ടിരിക്കാനേ പറ്റും, പോത്തില്ല. സ്തോത്രം. തെല്ലിക്കൊണ്ടിരിക്കാനേ പറ്റും, അത് തിരിച്ച് തെല്ലിക്കൊണ്ടിരിക്കും, പോത്തില്ല. അല്ല, ദൈവത്തിന് കഴിയും. അതാ പറഞ്ഞേ, സംശയം കൂടാതെ ഹൃദയത്തിനകത്ത് നീ ചിന്തിച്ചാൽ ആ ചിന്തയിൽ മേൽ ആ നീ ആലോചിക്കുന്ന വിഷയത്തിനകത്ത് ആരിറങ്ങി വരും? കർത്താവ് വരും. കർത്താവ് മാറിക്കും. അടുത്തത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ദൂത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കും, എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറ, എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നീ നിൽക്ക്. ദൈവം മറുപടി തരും. ഇതിനകത്ത് പറയുന്നു, ഈ വാക്യത്തിനകത്ത് പറയുന്നു, എന്ന് പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ അത് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്ക് മുട്ടുവേനയാ, യേശുവിന്റെ നാമത്തിൽ മുട്ടുവേന മാറി എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കും. ലഭിച്ചില്ല, നീ അങ്ങ് ലഭിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് പറയുക, ആ പ്രാർത്ഥന ആര് കേൾക്കും? ദൈവത്തിന് പ്രാധാന്യമാണ്. ദൈവം കേൾക്കും. ദൈവം നിശ്ചയമായി ആ വിഷയത്തിനകത്ത് എന്ത് ചെയ്യും? മറുപടി തരും. മറുപടി ഇല്ലാത്ത വിഷയമില്ല, ഇല്ലയോ? സ്തോത്രം. നമുക്ക് പറയാൻ പറ്റും, ചൂടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു മഴ വരണോ? ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പ്രാർത്ഥന മാറ്റി, കർത്താവ് വെയിൽ തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. സ്തോത്രം. മഴ കൂടിയപ്പോ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തോട് പറഞ്ഞ കർത്താവ് വെയിൽ തരണം. പ്രൈസ്. സ്തോത്രം. വെയിൽ തന്നേ പറ്റും. കർത്താവ്, ഞാൻ പോലും കർത്താവ് എന്തൊക്കെ ചെയ്തു തരണം. സ്തോത്രം. വെയിൽ മാറി മഴ വരാൻ പറഞ്ഞു, മഴ തന്നു. മഴ മാറി, മഴ അങ്ങോട്ട് നിന്നപ്പോഴെന്ന് പറയാം, മഴ വേണമെന്ന് ആഗ്രഹിച്ച പലരെയും ഞാൻ ഇപ്പൊ കാണുമ്പോ അവരെ പറഞ്ഞു വെയിൽ പറഞ്ഞു, വെയിലും വന്നു. സ്തോത്രം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനകത്തൊന്നില്ല, തൃപ്തിയില്ല. പക്ഷെ കർത്താവ് ആ പ്രാർത്ഥനയും കേട്ടു, ഇല്ലയോ? കർത്താവ് ആ പ്രാർത്ഥനയും കേൾക്കുന്നു. ഒരു പ്രാർത്ഥന പോലും കർത്താവ് കേൾക്കാതിരിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും കർത്താവ് പറയുന്ന പല കാര്യങ്ങളും കേൾക്കാതെ പോകുന്ന ആരാ? നമ്മൾ, അല്ലേ? ഇത് പലരും ഓർക്കറിയാം. കർത്താവ് പറയുക, നിന്റെ ഏത് വിഷയമാവട്ടെ, ദൈവസ്ഥനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അത് ലഭിച്ചു, എന്റെ കർത്താവ് എനിക്ക് തന്നു എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മറുപടി നിനക്ക് കിട്ടാതെ പോകത്തില്ല. അടുത്തത്, അത് വലിയൊരു പോയിന്റ്. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പിഴയുണ്ടെങ്കിൽ, എന്നെ കൊണ്ട് അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റു പറയാൻ തയ്യാറാവും, അതിന് മാറാൻ തയ്യാറാവും. ദൈവമക്കൾക്ക് അങ്ങനെ പിഴ വെച്ച് വൈരാഗ്യം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വൈരാഗ്യം വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആര് കേൾക്കത്തില്ല? ദൈവം കേൾക്കത്തില്ല. നിനക്ക് ചെന്ന ചിലപ്പോൾ നിന്നെ അവർ ഏറ്റെടുക്കത്തില്ല. അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചാലും ഏറ്റെടുക്കത്തില്ല. വേണ്ട, നീ നിൽക്കുന്നിടത്ത് ദൈവത്തോട് ക്ഷമ ചോദിക്കും. പക്ഷേ നാളെ അവനെ പറ്റി പറയുമ്പോൾ അവന്റെ കുറ്റം പറയാൻ നിൽക്കണം, അവനെ പറ്റി നല്ലതേ പറയാൻ നിൽക്കാം. അപ്പോഴാണ് നീ ക്ഷമിച്ചെന്ന് തെളിയിക്കുന്നത്. ചിലവരുണ്ട്, അപ്പോഴ് ദൈവത്തോട് ഏറ്റു പറയും, അല്ലെങ്കിൽ വീട്ടിൽ പോയി ക്ഷമ വെച്ചിട്ട് പിറ്റേന്ന് ഇങ്ങോട്ട് വന്ന് ഇവനെ പറ്റി പറഞ്ഞ ഉടനെ 10 കുറ്റം പറയും. ആ കുറ്റം പറഞ്ഞ് നീ ക്ഷമ ചോദിച്ചത് ശരിയായില്ല. നീ ക്ഷമ ചോദിക്കൊന്നും പോണ്ട. ചിലവർക്ക് നമുക്ക് ചെന്ന് ചോദിച്ചാൽ ക്ഷമ ചോദിക്കാൻ പോണ്ട. ദൈവം പറയുന്നു, ദൈവസന്നിധിയിൽ നിന്ന് നീ ക്ഷമ ചോദിക്കും. പിറ്റേന്ന് മുതൽ നീ അവനെ കുറ്റം പറയും. അവനെ കുറ്റം പറയാനുള്ള അവസരങ്ങൾ പിശാച് കൊണ്ടുതരും. അവനെതിരെ നിൽക്കേണ്ട പല അവസരം കൊണ്ടുതരും. നീ അതിനകത്തൊന്നും നിൽക്കല്ലേ. നീ അവനോട് ക്ഷമിച്ചു ചോദിച്ചതാണ്.
നീ ദൈവത്തോട് ക്ഷമ ചോദിച്ചു, ദൈവം നിന്നോട് ക്ഷമിച്ചതാ. ഇനി അവന് നീയായിട്ട് ഒരു വിഷയമില്ല. അവിടെ എന്ത് ചെയ്യണം? ആ വൈരാഗ്യം വെച്ച് പിന്നെ നീ ഇടപെടാൻ നിന്നാൽ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ക്ഷമിക്കും. ഇപ്പൊ നമ്മൾ അനുഗ്രഹത്തിന്റെ തടസ്സം ഉണ്ടോ നമ്മൾ മനസ്സിലാക്കുക. പ്രിയ മക്കൾ, ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ചില വൈരാഗ്യങ്ങളെല്ലാം നമ്മളെ മനസ്സിലുണ്ട്. കർത്താവെ, ഞാൻ പോയി അവരെ ഏറ്റെടുക്കത്തില്ല, പക്ഷെ ഇന്ന് പകരം ഞാൻ കർത്താവിനോട് ഏറ്റു പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവരോട്ട് നിനക്ക് ഒരു പ്രശ്നവുമില്ല. അവര് നിനക്കെതിരെ എന്ത് ചെയ്താലും നീ അവർക്കെതിരെ എന്ത് ചെയ്യത്തില്ല, ഒരു വാക്ക് പോലും നീ പറയത്തില്ല. തീരുമാനം എടുത്തോ, ഉറച്ചോ, പ്രാർത്ഥിച്ചോ. ദൈവം നിശ്ചയമായി നിന്റെ പ്രാർത്ഥന ആര് കേൾക്കും? ദൈവം കേൾക്കും. യേശുവിന്റെ സന്നിധിയിൽ പാപമില്ലാത്ത പ്രാർത്ഥനയെ ആർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ? കർത്താവ്. ഏറ്റവും പറയുന്ന പ്രാർത്ഥനയെ കർത്താവിനെ കേൾക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ആര് കേൾക്കും? കർത്താവ് കേൾക്കും. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം, പ്രാർത്ഥിക്കാം. എന്തൊക്കെ ചെയ്താലും ദൈവമക്കളെ, എപ്പോഴും ദൈവമക്കൾക്ക് കുത്തുകളും പ്രതികൂലങ്ങളും, ഇതിനകത്തൊന്നും വീട് പോകാൻ ആരായി കർത്താവ് ആഗ്രഹിക്കും. കർത്താവിന്റെ സന്നിധി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ആർക്കെല്ലാം ചെയ്തു കൊടുത്താലും ഇതുണ്ട്. നിന്ന വാക്കുണ്ട്, പരിഹാസമുണ്ട്, അപമാനമുണ്ട്, ഇഷ്ടത്തിൽ ചോദ്യചിഹ്നങ്ങളുണ്ട്. ഇവിടെ ഒന്നും ദൈവവൈദ്യല്ല. നീ പതറിപ്പോവില്ല. ദൈവം നിന്നോട് ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുന്നു. അവര് ദൈവമക്കളായ ചിലവര് തന്നെ ആയിരിക്കും ആ ദൂതിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നത്. പുറത്തു വരല്ലേ? നിന്റെ വിശ്വാസം ആരോട്ടായിരിക്കണം? ദൈവമാറ്റാം. ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. അപ്പോൾ നിശ്ചയമായി ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. ഇത് കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളെ ഏറ്റെടുക്കുവല്ല, ചോദ്യം ചെയ്യുക. ഏത് അധികാരത്തിലാണ് ഇത് ചെയ്യുന്നത്? യേശു പറയുന്ന ഓരോ അത്ഭുത പ്രവൃത്തികളും യഹൂദജനം ഏറ്റെടുക്കുവല്ല ചെയ്യുന്നത്. ഉടനെ അടുത്ത ചോദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ മുൻപതിയായിട്ട് വരുന്നവനെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുവാൻ ആർക്ക് കഴിയത്തില്ല? നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവിന്റെ വചനം ഒരിടത്ത് പോയി മത്സരിക്കാനോ തർക്കിക്കാനോ ഉള്ളതല്ല കർത്താവിന്റെ വചനം. കർത്താവിന്റെ വചനം കീഴ്പ്പെടുന്നവന്, ഏറ്റെടുക്കുന്നവന് വിടുതല, കീഴ്പ്പെടുന്നവന് അനുഗ്രഹം. അല്ല, ഇത് തർക്കിക്കാനുള്ളതല്ല. ചിലവരങ്ങ് തർക്കിക്കാൻ നിൽക്കണ്ട. ദൈവമക്കളെ, തർക്കിച്ചത് സ്ഥാപിക്കപ്പെടുത്തുവാൻ നീ സ്ഥാപിക്കപ്പെടുത്തണ്ട. 2024 വർഷത്തിന് മുമ്പ് ആര് സ്ഥാപിച്ചതാ? കർത്താവ് സ്ഥാപിച്ച, കർത്താവ് ജയിച്ചതാ, സ്ഥാപിച്ചു. ഇതിനെ നീ സ്ഥാപിക്കണ്ട. നീ ഏറ്റെടുത്തു പോവുക. നീ പറയുന്നത് മറ്റൊരുവനെ ഏറ്റെടുത്തില്ലെങ്കിൽ അവനോട് നീ ഇത് അടിച്ചേൽപ്പിക്കണ്ട. നീ ഒഴിഞ്ഞു പോവുക. കർത്താവ് പറഞ്ഞിട്ടുവാ, സ്തോത്രം, ഈ ഭൂമിയുടെ അവസാനം വരെ നീ വേറെ ഓടിപ്പോയാലും തീരത്തില്ല. നീ അവസാനം എത്തുമ്പോൾ ഞാൻ വരും. അപ്പൊ കർത്താവ് ലോകം മുഴുവനും എന്ത് ആയിട്ടില്ല? സുവിശേഷം എത്തിയിട്ടില്ല. സുവിശേഷം എത്തിയെങ്കിൽ ആര് വന്നനെ? കർത്താവ് വന്നനെ. അതാണ് ഏറ്റവും വലിയ തെളിവ്. കർത്താവ് വരാനുള്ള തെളിവ് ലോകത്തിൽ ഇനി എത്താനുണ്ട്. എത്തിക്കഴിഞ്ഞാൽ ആര് വരും? കർത്താവ് വരും. അപ്പൊ ഒരു പട്ടണത്തിൽ നിന്നെ ഓടിച്ചാൽ മറ്റേ പട്ടണത്തിലേക്ക് പോവുക. നീ ആരോടും എന്ത് ചെയ്യണ്ട? മത്സരിക്കേണ്ട മാർഗമല്ല ക്രിസ്തീയ മാർഗം. കീഴ്പ്പെടേണ്ടതും ഏറ്റെടുക്കേണ്ടതും മാർഗമായിരിക്കണം ക്രിസ്തീയ മാർഗം. എങ്കിലേ ദൈവത്തിന്റെ അനുഗ്രഹവും മഹത്വവും ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ ഓരോ കുടുംബത്തിനകത്തും വെളിപ്പെടട്ടെ. കർത്താവ് ഇന്ന് സഭയിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ ദൈവജനത്തിലേക്ക്, സഭയ്ക്കകത്തുള്ള ഓരോ ദൈവമക്കൾ പേരും, ഞങ്ങളുടെ വിദേശത്തുള്ള ദൈവമക്കൾ പേരും, ദൈവം ഓരോ കുടുംബത്തിനകത്തും, ദൈവം ജോലി സ്ഥലത്തേക്ക് പോയവർ, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ പേരും, ഈ സഭയ്ക്കകത്തുള്ള ഓരോ കുഞ്ഞുങ്ങൾ പേരും, ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിനകത്തും, വ്യക്തി ജീവിതങ്ങളിൽ പേരും ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപ വെളിപ്പെടാൻ, പരിശുദ്ധാത്മാവിന്റെ ആലോചന വെളിപ്പെടാൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ, ദൈവത്തിന്റെ ദൂതുകൾ വെളിപ്പെടാൻ, ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാൻ എന്ന് പകരം കർത്താവേ, അങ്ങ് ദൈവം തൊടാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവകൃപ തൊടാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവിൻ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം
അവതരിച്ചൊരു നരനാ അവതരിച്ചൊരു നരനാ എന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു ദൈവകോപത്തിൽ എന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ നമ്മ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ നമ്മ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ നമ്മ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ നമ്മ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ നമ്മ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ എന്തെങ്കിലും മാനസികമായ ക്ലേശങ്ങളോ ഭാരങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ യേശു ജീവിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുക, ഞാൻ മഹത്വപ്പെടുത്തുക. എന്റെ യേശു എനിക്ക് വേണ്ടി ഇറങ്ങും എന്ന് പകരം വിശ്വസിക്കുന്ന ദൈവജനത്തിലേക്ക് ദൈവം ഇന്ന് ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബത്തെ കർത്താവ് ഒന്ന് തൊടട്ടെ, ഓരോ വ്യക്തിയെ ദൈവം ഒന്ന് തൊടട്ടെ. ഇന്ന് പ്രാർത്ഥന കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളുടെ പേര്, ഇന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഓരോ വ്യക്തികളുടെ പേര്, ദൈവത്തോട് ചോദിക്കുന്ന ഓരോ വിഷയത്തിനകത്ത് ഇന്ന് പകരം ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ദൈവത്തിന് ഫലമുള്ള കായികയായി തീരുവാൻ, ഫലമുള്ള വ്യക്തിയായി തീരുവാൻ ഇന്ന് ദൈവത്തിന്റെ കൃപ തൊടട്ടെ കർത്താവേ. ഞങ്ങൾ ദൈവമക്കൾക്കായി ഓരോരുത്തർക്കായി പേരുപേരായി പ്രാർത്ഥിക്കുന്നു.